وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت، فإنما توفون أجوركم يوم القيامة، فمن زحزح عن النار وأدخل الجنة فقد فاز، وما الحياة الدنيا إلا متاع الغرور. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ അതിമനോഹരമായ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ഓരോ ദിവസങ്ങളും നമ്മിൽ നിന്ന് അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തന്ന വലിയൊരു ഗിഫ്റ്റായി, ഒരു സമ്മാനമായി റമദാനിനെ കാണാൻ നമുക്ക് സാധിക്കുക എന്നതാണ് പടച്ച റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖ്. ഖൽബ് നിറയെ ഇബാദത്തുകളോടുള്ള ഒരു ഹുബ്ബ്, അത് മുഹബ്ബത്തുല്ലാഹി വ റസൂലി, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഹുബ്ബിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത് ഈമാനോടെയും ഇഹ്തിസാബോടെയും ഇബാദത്തിൻ്റെ ലോകത്ത് പ്രവേശിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും മഹനീയമായി ഈ ഒരു മാസത്തിൻ്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കുന്നിടത്ത് പടച്ച റബ്ബ് നമുക്ക് നൽകുന്ന വലിയ തൗഫീഖ് എന്നത് അങ്ങനൊരു ഖൽബ് നമുക്കുണ്ടാവലാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം, ജീവിതത്തിൽ പടച്ച റബ്ബ് നമുക്ക് നൽകിയൊരു നിഅമത്താണ് ഈ ദുനിയാവിലെ ജീവിതം. എന്നാൽ ഈ ദുനിയാവിലെ ജീവിതം ഒരു പരീക്ഷണം കൂടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നന്മ തിന്മകളെ വേർതിരിക്കുന്നിടത്ത്, നന്മ തിന്മകളെ നമുക്ക് വിവച്ഛേദിച്ച് തരുന്നിടത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് നൽകുന്ന വലിയ ഗുണപാഠങ്ങൾ,
അതിനെ സ്വീകരിക്കുന്നിടത്ത് ഇന്ന് നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട് എന്ന് സ്വയം കൽബിനോട് ഒരു പുനർവിചിന്തനം അനിവാര്യമാണ്. അറിയുന്ന കാര്യങ്ങൾ തന്നെ രണ്ടാമതും മൂന്നാമതും പല ക്ലാസ്സുകളിലും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഒരു പക്ഷേ നമ്മുടെ കൽബിന് വീണ്ടും ഒരു വിചാരത്തിന് കാരണമാകട്ടെ എന്നതാണ് ഇത്തരം ക്ലാസ്സുകൾ കൊണ്ടൊക്കെ പ്രധാനമായും നമ്മൾ ലക്ഷ്യമാക്കുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. ഒരു അമല് പോലും ഒരു ഇബാദത്ത് പോലും നഷ്ടപ്പെടരുത് എന്ന കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ഓരോ സെക്കൻഡുകളെയും ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഈ റമദാനിൽ. കാരണം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ. ആരെങ്കിലും റമദാനിൻ്റെ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിൻ്റെ ഒരു ഖൈറിനെയൊക്കെ ഒരാൾ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഫഖദ് ഹുരിമ, അവൻ വമ്പിച്ച നഷ്ടക്കാരനാണ്. ആ നഷ്ടത്തിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ, വലിയ ലാഭം കൊയ്തെടുക്കുന്നവരായി ഈ മാസത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മർമ്മപ്രധാനമായ ഈ ഒരു കാര്യത്തിൽ അതീവ സൂക്ഷ്മത വേണമെന്ന് ആവർത്തിച്ചോർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് മരണം എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. മരണത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന വാക്കുകൾ അത് വ്യത്യസ്തമാണ്. ഇന്നിപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ കസേരയിൽ ചാരി അല്ലെങ്കിൽ ഈ പള്ളിയുടെ ഓരങ്ങളിൽ ഇരുന്ന് അള്ളാഹുവിൻ്റെ ദീനിനെ കേൾക്കണമെന്ന ഒരു ചിന്തയോടെ സാഭൂതം ശ്രദ്ധിച്ചിരിക്കുന്ന നമ്മൾ, സഹോദരങ്ങളെ, നാളെ ഇവിടെ നടക്കുന്ന വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ ഇരിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് ഉറപ്പിച്ചു പറയാനുള്ള ഒരു ഗ്യാരണ്ടിയുള്ള തടിയാണോ നമ്മുടെ തടി എന്ന് ചോദിച്ചാൽ എത്ര ആൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും? എത്ര ആൾക്ക് ഉറപ്പ് പറയാൻ പറ്റും? കഴിഞ്ഞ റമദാനിനൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. അവർ ബർസഖിയായ ലോകത്താണ്, ഖബറിലാണ്. മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽവാസികളിൽ, നാട്ടുകാരിൽ, പരിചയക്കാരിൽ എത്രയെത്ര ആളുകൾ, ആദർശ ബന്ധുക്കളിൽപ്പെട്ട എത്രയെത്ര മനുഷ്യന്മാർ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയി. പക്ഷേ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നതാണ് നമ്മുടെ കൽബിനോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ ചില സമയം കൊണ്ട് ആ ഒരു വിഷയത്തിൻ്റെ മർമ്മഭാഗം നിങ്ങളുടെ കൽബിലേക്ക് നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാമ്പ് എന്നുള്ളത് ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിയുക. എന്തിനാ പടച്ചോ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞേച്ചത്? തിന്നും കുടിച്ചും രമിച്ചും ഭോഗിച്ചും ജീവിതം അങ്ങനെ തള്ളി നീക്കുന്ന പല ജീവനുകളും ഭൂമിയിലുണ്ട്. നമ്മളിപ്പോൾ ഈ പള്ളിയിൽ, മലപ്പുറത്തെ ഈ മനോഹരമായ പള്ളിയുടെ ഉള്ളിലിരുന്ന് ഒരു വിജ്ഞാനത്തിൻ്റെ സദസ്സിലിരുന്ന് ദീന് നുകരുന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ നാടുകളിലില്ലേ? ഇങ്ങനൊരു ക്ലാസ്സും ഇങ്ങനൊരു വിജ്ഞാനവും പേരുകൊണ്ട് മാത്രം മുസ്ലിമായെങ്കിലും റമദാനിലൊക്കെ നോമ്പെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനൊരു സദസ്സും ഇങ്ങനൊരു ദീനിൻ്റെ വിജ്ഞാനത്തിൻ്റെ സദസ്സും ഒരു ജമാഅത്തും അത്ര ചിട്ടയൊന്നും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യന്മാർ, അള്ളാഹു അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മളവിടെ കൊണ്ടുവന്ന് ഇരുത്തി എന്നുള്ളത് എത്ര വലിയ തൗഫീഖാണ്. അതിലേറൊക്കെ അപ്പുറം ഒരു തൗഹീദിലേക്കുള്ളൊരു വര റബ്ബ് നമുക്ക് വരച്ചു തന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ കളങ്കമില്ലാതെ സ്വീകരിക്കാനുള്ളൊരു മാനസികാവസ്ഥ പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ചു എന്നുള്ളതാണ്. അത് അള്ളാഹു നൽകുന്ന തൗഫീഖുകളിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്താണ്. നമ്മുടെ സമ്പത്തിനേക്കാളൊക്കെ, നമ്മുടെ അധികാരങ്ങളെക്കാളൊക്കെ, നമ്മുടെ ദുനിയാവിലെ മറ്റു എല്ലാ പ്രൗഢികളെക്കാളും നമുക്ക് കിട്ടിയ തൗഫീഖ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഇനി അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പണി. അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ ഉപയോഗപ്പെടുത്തുന്നിടത്ത് നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സിനോട് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യത്തിലും ഒരു സ്വഹാബത്തിൻ്റെ ഒരു ജീവിത ചരിത്രങ്ങളിലെ ചില മേഖലകൾ ഞാനങ്ങനെ സ്പർശിച്ചു പോയി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വിരൽ ചൂണ്ടാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ദുനിയാവിലെ ജീവിതം എന്താണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, അല്ലേ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഖുർആനിൻ്റെ ചോദ്യമാണ്.
അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. നിങ്ങൾക്ക് ജീവിതവും മരണവും എന്തിനാ സമ്മാനിച്ചത്? എന്തിനാ സമ്മാനിച്ചതെന്ന് ചോദിച്ചാൽ അതൊരു പരീക്ഷണമാണ്. എന്താ പരീക്ഷണം? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് പടച്ചോൻ നമ്മളങ്ങോട്ട് പറഞ്ഞയച്ചത്. ഒരു യാത്രാ മധ്യത്തിൽ ഒരു വിശ്രമത്തിന് വേണ്ടി ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒന്ന് തണൽ കൊള്ളാൻ വേണ്ടി കയറിയിരുന്നൊരു യാത്രക്കാരൻ ക്ഷീണം തീർക്കാനിരുന്ന ഒരു വിശ്രമ സമയം മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ ജീവിതം. തുടരുകയാണ് നമ്മുടെ യാത്ര, പോവുകയാണ്. നമ്മൾ ഇനിയും യാത്ര പോകണം. സ്വർഗത്തിലേക്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള യാത്രയാണ് നമ്മുടെ യാത്ര. ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് അള്ളാഹു നമ്മളെ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളെ രൂപപ്പെടുത്തിയിട്ട് ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ച് ഇവിടെ 60-70 കൊല്ലക്കാലം ജീവിക്കാനുള്ള തൗഫീഖ് തന്നിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ആ പോക്ക് എങ്ങട്ടാ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. എന്തേ കാരണം എന്നറിയോ? ഇമ്മാ ശാക്കിറം വ ഇമ്മാ കഫൂറാ. 2 മാർഗങ്ങൾ നിങ്ങൾക്ക് നാം കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് ശുക്റിൻ്റെ മാർഗമാണ്, രണ്ടാമത്തെ മാർഗം നന്ദി കെട്ടവരുടെ മാർഗമാണ്. ഏത് തീരുമാനിക്കണം, ഏത് സെലക്ട് ചെയ്യണം, ഏതിലൂടെ പോകണമെന്ന് നമ്മുടെ വിജ്ഞാനത്തിൻ്റെയും നമ്മുടെ പ്രാർത്ഥനകളുടെയും നമ്മുടെ ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ സുഹൃത്തുക്കളെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒന്നാണ്. അതിന് നമ്മളെവിടെ എത്തിയിട്ടുണ്ട്? പലപ്പോഴും ദുനിയാവിനെ വലിയ ആഡംബരമായി അല്ലെങ്കിൽ ദുനിയാവിനെ വലുതായി കണ്ട് ആഖിറത്തിനെ മറന്നു പോകുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാം, അല്ലേ? എന്താ ദുനിയാവെന്ന് പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു ചത്ത ആട്ടിൻകുട്ടിയെ കയ്യിലെടുത്തിട്ട് റസൂലുള്ള പറഞ്ഞ വാചകമാണ്, സ്വഹാബത്തെ, 1 ദീനാറിന് ഈ ആടിനെ ആർക്കാണ് വേണ്ടത്? 1 ദിർഹം തന്നാൽ മതി. ഇതിനാർക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് ചോദിച്ച ചോദ്യം, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, വെറുതെ കൊടുത്താൽ പോലും ആരും സ്വീകരിക്കാത്ത ചത്ത ആട്ടിൻകുട്ടിയെ ആരാണ് നബിയെ പണം കൊടുത്തു വാങ്ങുക? ആരാണ് റസൂലേ ഈ പണം കൊടുത്ത് സ്വീകരിക്കുക എന്ന ചോദ്യം സ്വഹാബത്ത് ചോദിക്കുന്നത് കാണാം. സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കെന്താ? ഈ ചത്ത ആട്ടിൻകുട്ടിക്ക് നിങ്ങളൊരു വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ഇതുപോലെയാണ് ദുനിയാവ്. ഇത്രയേ ഉള്ളൂ ദുനിയാവിൻ്റെ പളപളപ്പ് എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങോട്ട് തീർന്നാൽ സഹോദരങ്ങൾ അത് തീർന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ഈ ദുനിയാവിനെ പ്രാധാന്യത്തോടുകൂടി കണ്ട് പരലോകത്തെ മറന്ന് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് ഖുർആനിൻ്റെ ഉപദേശമാണ്, വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ബാക്കിയാകുന്നതും നിലനിൽക്കുന്നതും അത് പരലോകമാണെന്ന് പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത് കാണാം. പരലോകമാണ് ബാക്കിയാകുക, നിലനിൽക്കുന്നത് പരലോകാൻ, നിലനിൽക്കുന്നതും ബാക്കിയാകുന്നതും പരലോകാൻ. ആ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ കൽബിലേക്ക് ഈ സമയത്ത് നമ്മൾ കൊണ്ടുവരേണ്ട വാക്ക്. ഞാൻ ഒരുങ്ങിയോ? എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറ്റി, എല്ലാ പ്രതിസന്ധികളും ഞാൻ മാറ്റി നിർത്തി ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മുടെ കൽബിനോട് നമ്മൾ ചോദിക്കണം. ആഖിറത്തിലേക്കുള്ളൊരു മുന്നൊരുക്കം, മരണത്തിന് മുമ്പ് നാം ഒരുക്കിയോ എന്ന ചോദ്യം നമ്മുടെ കൽബിനോട് നിരന്തരം ചോദിക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസ് കാണാം, ഇഗ്തനിം ഖംസൻ ഖബല ഖംസിൻ. 5 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 5 കാര്യത്തെ നീ റബ്ബിൻ്റെ മാർഗത്തിൽ നീ വിനിയോഗിച്ചോ. 5 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ നിന്റെ ഖബറിലേക്ക് വേണ്ടി, നിന്റെ പരലോകത്തേക്ക് വേണ്ടി നീ ഉപയോഗിച്ചോ. അതിലൊന്നാമത് പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക. ശബാബക, യുവാക്കളെ, നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോ. ഖബ്ല ഹറമിക, നീ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്.
പ്രായത്തിൻ്റെ ആധിക്യം നിന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ റബ്ബിൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചോ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വാചകം കാണാം. നമ്മുടെ യുവത്വം എന്തിനാ ചെലവിട്ടത്? ഏത് മാർഗത്തിലാണ് നമ്മുടെ യുവത്വം നമ്മൾ ചെലവഴിച്ചത് എന്ന ഒരു പുനർവിചിന്തനം നമ്മുടെ കൽബിനോട് നടത്താൻ അല്ലേ. രണ്ടാമത്തെ വിഷയം വസിഹ്ഹതക ഖബല സഖമിക, നീ നിന്റെ ആരോഗ്യത്തെ നീ വിനിയോഗിച്ചോ. ഖബല സഖമിക, നീ രോഗിയാകുന്നതിന് മുമ്പ്, നിന്റെ രോഗം നിന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ റബ്ബിൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചോ. ഇതൊക്കെ റബ്ബ് തന്ന തൗഫീഖാട്ടോ. അള്ള തന്ന തൗഫീഖാണ് ഈ പറയപ്പെട്ട ആരോഗ്യവും ഈ പറയപ്പെട്ട യുവത്വം. ഇതൊക്കെ റബ്ബ് തന്ന തൗഫീഖാണ് അല്ലേ. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, ജനങ്ങളിൽ അധികം ആളുകളും അവഗണിച്ച് കളയുന്ന രണ്ട് നിഅമത്തുകളുണ്ട്. അസ്സിഹ്ഹത്തു വൽ ഫറാ, ഒന്ന് ആരോഗ്യമാണ്, രണ്ട് ഒഴിവ് സമയമാണ്. ആരോഗ്യത്തിനെയും ഒഴിവ് സമയത്തെയും ആളുകൾ വെറുതെ അവഗണിച്ച് കളയുന്ന രണ്ട് നിഅമത്തുകളാണ്. ഈ നിഅമത്തുകൾ ആളുകൾ വെറുതെ തള്ളി നീക്കും, അനാവശ്യമാക്കി കളയും. ഈ നിഅമത്തിനെ കുറിച്ച് അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കാതെ ഒരു സ്റ്റെപ്പ് നമുക്കവിടെ മുന്നോട്ട് വെക്കാൻ പറ്റൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഖബല സഖമിക, രോഗം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചോ. മാത്രമല്ല വഗിനാക ഖബല ഫഖരിക, ദാരിദ്ര്യം നിന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിന്റെ സമ്പത്തിനെ നീ ദീനിന് വേണ്ടി അള്ളാന്റെ മാർഗത്തിൽ നീ ചെലവഴിച്ചോ. സഹോദരങ്ങളെ, ഈ പറയപ്പെട്ടതൊക്കെ റബ്ബ് തന്ന നിഅമത്താണല്ലോ അല്ലേ. അതേപോലെ ഫറാഗക ഖബല ശുഅലിക, ഒഴിവ് സമയം നീ ചെലവഴിച്ചോ. എന്തിനു വേണ്ടി? ഖബല ശുഅലിക, ശുഅലിന്റെ നിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുന്നതിന് മുമ്പ്. ഞാൻ ഈ പറഞ്ഞൊരു 4 കാര്യങ്ങളില്ല സുഹൃത്തുക്കളെ, ഈ 4 കാര്യങ്ങളിൽ ഒരു ചെറിയൊരു അപ്ഡേഷൻ. അതായത് നമ്മളെ ജീവിതത്തിലെ ഇപ്പോൾ ഒരു ആരോഗ്യമുള്ളൊരു സമയം, ഇബാദത്തിന് വേണ്ടി പടച്ചോ നമ്മളെ വിളിക്കുമ്പോഴൊന്നും പോകാൻ നമുക്ക് നേരല്ല, എത്താൻ നമുക്ക് നേരല്ല അല്ലേ. സുബൈക്കെന്താ പള്ളിക്ക കാണാത്തത് നിക്കാക്കാനോട് ചോദിച്ചാൽ പറയണ വാക്കെന്താ? പ്രായമായിക്കഴിഞ്ഞാൽ പിന്നെ പറയണ വർത്താനം തരങ്ങൾ, ഓ സുബൈൻ്റെ നേരത്തെ ആ കാലിൻ്റെ മുട്ടിനൊരു വേദന ഉണ്ട് ഉസ്താദെ, വല്ലാത്തൊരു വേദനയാണ്. വേദന ആ തണുപ്പുള്ള സമയം കൂടി ഉണ്ടാകുമ്പോൾ കൂടുതലാണ്, നടക്കാനും ഇങ്ങോട്ട് കഴിയില്ല അല്ലേ. സുഹൃത്തുക്കളെ, ഇതിനൊക്കെ കഴിഞ്ഞിനൊരു കാലം ഉണ്ടായിനല്ലോ. നോക്കി നിങ്ങൾ, ദുനിയാവിനോടുള്ള ഹുബ്ബ് നമ്മുടെ കൽബിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇവിടെ. ആ മുട്ടുംകാലും വെച്ചിട്ട് നമ്മൾ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി റോട്ടിൽ കൂടി ഇറങ്ങി നടക്കല്ലേ ഉണ്ട്. പരലോകമാണോ ദുനിയാവാണോ നമ്മൾ പ്രാധാന്യത്തോടെ കാണുന്നത് എന്ന ചോദ്യത്തിന് അവിടെ ഒരു ഉത്തരമുണ്ട്. കൊളസ്ട്രോളാണെന്ന് ഡോക്ടർ വിധി പറഞ്ഞപ്പോൾ കൊളസ്ട്രോളിൻ്റെ കോന്ന് കേട്ടപ്പോഴത്തേന് നടത്താൻ തുടങ്ങിയത് നമ്മൾ. പക്ഷെ സുബഹിൻ്റെ ജമാഅത്തിന് നമ്മൾ പള്ളിയിലില്ല. റമദാനിൽ മാത്രമായി നമ്മുടെ ഇബാദത്തുകൾ മാറിക്കൂടാ. അപ്പോൾ എല്ലാ വക്തുകൾക്കും പള്ളിയിലേക്ക് എത്തുന്ന, അതേപോലെ ജമാഅത്തുകളിൽ ശ്രദ്ധ കാണിക്കുന്ന, സമ്പത്ത് കൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന, ആരോഗ്യത്തെ അള്ളാന്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്ന ഒരു നല്ല ജനതയായി മാറാൻ, ഒരു നല്ല വ്യക്തിത്വമായി ഞാൻ മാറുന്നിടത്ത് സഹോദരങ്ങളെ നമ്മൾ എവിടെയാണുള്ളത്? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കൽബിനോട് നമ്മൾ നിരന്തരം ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്, ഞാൻ റെഡിയാണോ എന്നുള്ള ചോദ്യമാണ് അല്ലേ. ആ ചോദ്യം സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. വാട്ടർ ബെഡിൽ ഇങ്ങനെ കിടക്കും ചില മനുഷ്യന്മാർ, കണ്ടില്ലേ നിങ്ങൾ രോഗികളെ? വാട്ടർ ബെഡിൽ കിടന്നിട്ട് ഈ പിന്നെ തൻ്റെ പായയിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ ബെഡിൽ നിന്നുള്ള പിന്നെ ആ ചൂട് തട്ടിയിട്ട് പുറം പഴുത്തു പോകാതിരിക്കാൻ വേണ്ടി, മുതുകിൻ്റെ ഭാഗം പഴുത്തു പോകാതിരിക്കാൻ വേണ്ടി വാട്ടർ ബെഡിലാണ് കിടത്തുക അല്ലേ. അങ്ങനെ കിടക്കിട എത്ര മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, സിഹ്ഹതക ഖബല സഖമിക, നീ രോഗിയാകുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ പടച്ചോന്റെ മാർഗത്തിൽ ചെലവഴിച്ചോട്ടോ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചോ.
വീൽ ചെയറിൽ ഉന്തി അങ്ങനെ പോകുന്നൊരവസ്ഥ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൽ നമ്മുടെ മക്കൾ 4 ഭാഗത്തും പിടിച്ചിട്ടിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരുന്നൊരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടാൽ സഹോദരങ്ങളെ, പിന്നെ നമുക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. മനസ്സിൽ ആഗ്രഹമുണ്ട്, അന്ന് തടിക്ക് കഴിയില്ല. കൽബിൽ പൂതിയുണ്ട്, പക്ഷെ തടി കൊണ്ട് കഴിയണില്ല. എന്താ ഇപ്പം ചെയ്യുക എന്ന് നമ്മളെ മനസ്സിൽ തോന്നും. സഹോദരങ്ങളെ, അതുകൊണ്ട് ഉള്ള കാലം, ആയുഷ്കാലത്തിൽ ആരോഗ്യം തന്ന കാലം നന്നായി ഉപയോഗപ്പെടുത്തുക. ഈ ഇരിക്കുന്ന ആളുകൾക്കൊന്നും അള്ളാഹുവിൻ്റെ ഭാരമായ ഖുദ്റത്ത് കൊണ്ട് യാതൊരു പ്രയാസമില്ലല്ലോ, ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു പരിപൂർണ്ണ ഷിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ, ജീവിതത്തിൽ പടച്ചോൻ നമുക്ക് തന്നൊരു നിഅമത്താണ്. 2 കൈയും വീശി റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോകാനുള്ള ഒരാർജവം അല്ലെങ്കിൽ ഒരു ആരോഗ്യം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ പറ്റുന്നൊരു ഖൽബ് പടച്ചോൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് എത്ര ശുക്ർ പറയണം സുഹൃത്തുക്കളെ, എത്ര ശുക്ർ പറയണം. പക്ഷേ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് എന്ന് മഹാനായ, നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി പഠിപ്പിക്കുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പടച്ചോൻ തന്ന ഈ നിഅമത്തുകളൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തുക. ഈ ഹദീസിൻ്റെ അവസാനത്തെ പ്രയോഗം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് വഹയാതക ഖബ്ല മൗതിക, ഹയാതക, നീ നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും സഹോദരങ്ങളെ ഉപയോഗപ്പെടുത്തണം. ഖബ്ല മൗതിക, നിന്റെ മരണം നിന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, മരണം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കോ. 2 കാലും കൂട്ടിക്കെട്ടി സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനില്ലേ? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വാചകങ്ങൾ, വലദത്ക ഉമ്മൂക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. എന്താ പറഞ്ഞത്? വലദത്ക ഉമ്മൂക യബ്ന ആദമ ബാക്കിയാ, മനുഷ്യ, നീ നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നീ ജനിച്ചു വീഴുമ്പോ, നീ ഭൂമിയിലേക്കൊരു കുഞ്ഞായി ജനിച്ചു വീഴുന്ന സമയത്ത് വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, നിന്റെ ചുറ്റിലും നിന്റെ കൂട്ടുകാരും നിന്റെ കുടുംബക്കാരും നിന്റെ ബന്ധുക്കളുമൊക്കെ എല്ലാവരും നിന്റെ ചുറ്റിലും നിന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞ് സന്തോഷിക്കുകയായിരുന്നു. അന്നു നീ കരയുകയാണ്, അന്നു നീ വിതുമ്പുകയാണ്. പക്ഷേ നിന്റെ കുടുംബങ്ങളൊക്കെ നിന്റെ ചുറ്റിലും നിന്ന് നിന്റെ മുഖത്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പങ്കിട്ടും നിന്റെ ജനനത്തെയോർത്ത് സന്തോഷിച്ചും ജീവിക്കുകയാണെന്നവർ. പക്ഷേ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ, എന്നാൽ നീ ജനിച്ചപ്പോൾ ചിരിച്ചവർ, നീ ജനിച്ചപ്പോൾ നിന്റെ മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ പങ്കിട്ടവരില്ലേ, അവരതാ നിന്റെ മരണത്തിൻ്റെ അന്ന് അവർ വിതുമ്പുകയാണ്, അവർ കരയുകയാണ്, അവർ അഭിപ്രായങ്ങൾ അന്നും പറയുന്നുണ്ട് നിന്നെ സംബന്ധിച്ച്. നല്ലതും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ പങ്കിടുന്നു എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എല്ലാവരും കരയുന്നൊരു ദിവസമായ ആ ദിവസത്തെ കാണുന്നുവെങ്കിൽ അന്ന് ചലനമറ്റവരായി കിടത്തിയ കട്ടിലിൽ കിടന്ന് അതേ ചലനമറ്റവരായി കിടക്കുന്നൊരു ജഡമായി നമ്മൾ മാറുന്നൊരു ദിവസമില്ലേ? ഇല്ലേ പ്രിയമുള്ളവരെ? ശരീരത്തിൻ്റെ മൂക്കിലൂടെ ബ്ലഡിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരുന്നുവെങ്കിൽ മൂക്കിലേക്കൊരു പഞ്ഞി വെച്ച് തരുന്നു. കാതിൽ നിന്ന് ബ്ലഡ് ഒഴുകി വരുന്നുവെങ്കിൽ ആ കാതിലേക്കൊരു ചെവിയിലേക്കൊരു പഞ്ഞി വെച്ച് തിരികെ തരുന്നു. നമ്മുടെ കാലുകൾ അകന്നു പോകാതിരിക്കാൻ കൂട്ടിക്കെട്ടുന്നു, താടിയല്ലുകൾ കൂട്ടിക്കെട്ടുന്നു,
താടിയെല്ലുകൾ അകന്നു പോകാതിരിക്കാൻ വേണ്ടി ആ താടിയെല്ലുകൾ കൂട്ടിക്കെട്ടി നമ്മുടെ ശരീരത്തൊരു പുതപ്പിട്ട് മൂടിക്കിടത്തിയ ഒരു വെള്ള വസ്ത്രം കൊണ്ട് മൂടിക്കിടത്തുന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സഹോദരങ്ങൾ, അന്ന് കരയാൻ നമ്മുടെ കുടുംബങ്ങളുണ്ട്, അന്ന് കരയാൻ നമ്മുടെ അയൽവാസികളുണ്ട്, അന്ന് അഭിപ്രായങ്ങൾ പറയാൻ നമ്മുടെ കൂട്ടുകാരുണ്ട്. എല്ലാവരും വിതുമ്പുന്ന മനസ്സോടെ വരും, എല്ലാവരും വിതുമ്പുന്ന മനസ്സോടെ വരും. ഉമ്മാൻ്റെ മയ്യത്തിൻ്റെ ചാരത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, വാപ്പാൻ്റെ മയ്യത്തിൻ്റെ അടുത്ത് മക്കൾ വരുന്നൊരു ദിവസം ഉപ്പാൻ്റെ മയ്യത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് കിടന്നിട്ട് മക്കൾ പറയാണ്, യാ റബ്ബേ, എൻ്റെ വാപ്പ യാത്രയായല്ലോ നാഥാ, എനിക്കിനി നല്ല വസ്ത്രം വാങ്ങിത്തരാൻ ആരാണുള്ളത്? എനിക്കിനി നല്ല ബാഗ് വാങ്ങിത്തരാൻ ആരാണുള്ളത്? എൻ്റെ പിതാവ് എന്നിൽ നിന്ന് വിട പറഞ്ഞല്ലോ റബ്ബേ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വേദനകളോടെ കരയുന്ന മക്കളുണ്ടാവാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് നിന്ന് വിട പറയുന്ന ഭർത്താവിൻ്റെ വിടവാങ്ങലിനെയോർത്ത് വിതുമ്പിക്കരയുന്ന ഭാര്യയുണ്ട്. ചട്ടത്തിൻ്റെ തലഭാഗം വായിലേക്ക് കടിച്ചമർത്തി വിതുമ്പിക്കരയുന്ന ഉമ്മയുണ്ട്. ഇങ്ങനെ കരയുന്ന മാതാപിതാക്കൾ, കരയുന്ന മക്കൾ, കരയുന്ന ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഭാര്യയുടെ ജനാസ തൻ്റെ കൂട്ടുകാർ ചുമലിലേറ്റി 6 കാലുള്ള വാഹനത്തിൽ ചുമന്നുകൊണ്ട് ആടി ഉലയുന്ന കട്ടിലിൽ ഇങ്ങനെ യാത്ര പോകുന്ന നേരത്ത് കരയുന്ന ഭർത്താവ് ആരുമറിയാതൊരു ചുമരിൻ്റെ മൂലയിൽ മാറി നിന്ന് വിതുമ്പി കരയുന്ന കണ്ണുനീരില്ലേ? ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനില്ലേ സഹോദരങ്ങളെ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബഖീഇലേക്ക് കയറി ചെന്നു. ബഖീഉൽ ഗർഖദിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ ഖബർസ്ഥാനാണ് ബഖീഉൽ ഗർഖദ്. ബഖീഇലേക്ക് കയറി ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സിയാറത്തിന് വേണ്ടി പോയതാണ്. എന്നിട്ട് ഖബറാളികളെ നോക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഖബറാളികളെ, ഇന്ന് നിങ്ങളുടെ ഗതി എന്താണ്? ഖബറാളികളെ, ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഖബറാളികളെ, നിങ്ങളുടെ ഭാര്യമാർ പുതിയ ജീവിതം, അവർ മറ്റൊരുത്തൻ്റെ മണവാട്ടിയായി മാറി. ഖബറിൽ കിടക്കുന്ന ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവായി അവർ പുതിയ ജീവിതം ആരംഭിച്ചു. നിങ്ങളുടെ ഗതി എന്താണ്? ഖബറിൽ കിടക്കുന്ന മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ഗതി എന്താണ് മക്കളെ? ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ ഓഹരി വെച്ചു. അവരവരുടെ ജീവിതം അടിച്ചു പൊളിച്ചാരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഗതി എന്താണ്? ഖബറിൽ കിടക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ഖബറാളികളോട് ചോദിക്കുകയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ സംസാരമെങ്ങാനും ഈ ഖബറാളികൾക്ക് കേൾക്കാനും ഖബറാളികൾക്ക് ഉത്തരം ചെയ്യാനും കഴിയുമായിരുന്നുവെങ്കിൽ അവർ ഇങ്ങനെ മറുപടി പറയുമായിരുന്നു, യാ അലി, യാ അലി. നോക്കൂ നിങ്ങൾ, അലി റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഖബറാളികൾ പറയുമായിരുന്നു, അന്നാ വജദ്നാ അന്ന ഖൈറസ്സാദി തഖ്വാ. അലിയേ, ദുനിയാവ് വെറും ഒരു കുമിളയാണ്. അലി, ദുനിയാവിലെ ജീവിതം വെറും ഒരു കുമിളയാണ്. ഒരു സൂചിയെടുത്ത് കുത്തിയാൽ പൊട്ടിപ്പോകുമാറ് വളരെ ലാഘവമുള്ളതാണ് ദുനിയാവ്. ആ ദുനിയാവിനേക്കാൾ ഏറെ പ്രാധാന്യം തഖ്വക്കാണലി, ഈമാനിനാണ് അലി. ഖബറിലെ ലോകമെന്നുള്ളത് വല്ലാത്ത ലോകമാണ് അലി എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുമായിരുന്നു. ആ ഖബറാളികൾ മറുപടി പറയുമായിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഖബറാളികൾ കേൾക്കില്ല, ഖബറാളികൾ ഉത്തരം പറയൂല. പക്ഷേ ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം അല്ലേ? ഇങ്ങനെ ഒരു യാത്ര നമുക്ക് പോകാനില്ലേ സഹോദരങ്ങളെ? നമുക്ക് പോകാനില്ലേ? ഇത്ബഉൽ മയ്യിത്ത സലാസ. ഒരു മയ്യത്തിനെ 3 കാര്യങ്ങൾ അനുഗമിക്കും. ഒരു മയ്യത്തിനെ 3 കാര്യങ്ങൾ അനുഗമിക്കും. അനുഗമിക്കുന്ന 3 അഹ്ലുഹു വമാലുഹു വഅമലുഹു. 1 അഹ്ലാണ്, അവൻ്റെ കുടുംബക്കാരാണ്. 2 വമാലുഹു, അവൻ്റെ ധനമാണ്. 3 വഅമലുഹു, അവൻ്റെ അമലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് മുത്തുനബി പറയാണ്, ഫയർജിഉ ഇസ്നാനി,
രണ്ടെണ്ണം അവിടെ നിന്ന് മടങ്ങിപ്പോരും. വയബ്ഖാ വാഹിദാ, ഒന്നവൻ്റെ ഖബറിൽ ബാക്കിയാവുകയും ചെയ്യും. ഒന്ന് ഖബറിൽ തന്നെ ബാക്കിയാകും, രണ്ടെണ്ണം അവിടെ നിന്ന് തിരിച്ചു പോരും, ഖബറിലേക്ക് പോകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫയർജിഉ, മടങ്ങിപ്പോരുന്ന രണ്ടെണ്ണം അഹ്ലുഹു വമാലുഹു, അവൻ്റെ അഹ്ലും അവൻ്റെ മാലും അവൻ്റെ കുടുംബവും അവൻ്റെ ധനവും അവിടെ നിന്ന് തിരിച്ചു പോരും. നമ്മൾ പിശുക്കി വെച്ച മുതലില്ലേ നമ്മുടെ കൂടെ ഖബറിലേക്ക് വരൂല. ആർക്കും കൊടുക്കാതെ, സക്കാത്തിൻ്റെ വിഹിതം പോലും കണക്ക് കൂട്ടി വീതിച്ച് കൊടുക്കാതെ എടുത്തു വെച്ച മുതൽ അതൊന്നും നമ്മളെ ഖബറിലേക്ക് വരുന്നില്ല. വാപ്പ മരിച്ചാലൊരു മക്കളും പറയില്ല എൻ്റെ വാപ്പാൻ്റെ കൂടെ ഞാനും ഖബറിലേക്ക് പോകട്ടെ എന്ന്. ഒരു മകനും ഒരു മകളും, ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു ഉമ്മയും ഒരു വാപ്പയും അവകാശപ്പെടൂല. സഹോദരങ്ങളെ, നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്, നാം തയ്യാറാകേണ്ടതുണ്ട്. നാളെ പരലോകത്തേക്ക് വേണ്ടി മരണം വന്നെത്തുന്നതിന് മുമ്പ് ജീവിതത്തെ നാം ഒരുക്കേണ്ടതുണ്ട്. ജീവിതത്തെ നമ്മൾ ഒരുക്കണം, സ്വർഗത്തിന് വേണ്ടി ഒരുക്കണം, അല്ലേ? സരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നാ, സാരിഊ, നിങ്ങൾ ധൃതിപ്പെട്ടു വന്നോ, വേഗത്തിൽ നിങ്ങൾ കടന്നു വന്നോ. എങ്ങോട്ടാ വരേണ്ടത്? മഗ്ഫിറത്തൻ മിർ റബ്ബിക്കും വജന്നാ, അള്ളാൻ്റെ മഗ്ഫിറത്തിലേക്കും അള്ളാൻ്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വാ. ആ ധൃതി അമലുകളുടെ കാര്യത്തിലുള്ള ധൃതി, സ്വർഗത്തിൻ്റെ കാര്യത്തിലുള്ള ധൃതി നമ്മുടെ ജീവിതത്തിലുണ്ടോ? മരണത്തിന് വേണ്ടി ഒരു ഒരുക്കമൊരുങ്ങാൻ. ഈ നിൽക്കണ നിപ്പിൽ ഞാനും മരിച്ചങ്ങടെ വീണാൽ എൻ്റെ ആഖിറത്തിലേക്ക് വേണ്ടി എന്തുണ്ട് എൻ്റെ കയ്യിൽ? ഖുർആൻ ചോദിച്ചൊരു ചോദ്യമല്ലേ നമ്മളോടൊക്കെ ചിന്തിക്കാൻ വേണ്ടി ഖുർആൻ ആവശ്യപ്പെട്ട ഒരു വർത്തമാനമില്ലേ ഖുർആനിൻ്റെ? അള്ളാഹു നമ്മളോട് നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കാൻ പറഞ്ഞൊരു വാക്ക് സൂറത്തുൽ ഹശ്റിൻ്റെ വാചകം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം കേട്ടോ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് നേടിയെടുത്തിട്ടുള്ളത് എന്ന്. നിങ്ങളുടെ ഖബറിലേക്ക് വേണ്ടി, ആഖിറത്തിലേക്ക് വേണ്ടി എന്താ നിങ്ങൾ നേടിയിട്ടുള്ളത് നിങ്ങളെ കൽബിനോട് ചോദിക്കുക, മനസ്സിനോട് ചോദിക്കുക. നമുക്കെന്താ പറയാനുള്ളത് സുഹൃത്തുക്കളെ? നമുക്കെന്താ പറയാനുള്ളത്? ഒരു അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് വന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാം. റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂൽ എനിക്ക് മുസ്ലിം ആകണം. അള്ളാഹിൻ്റെ റസൂൽ കൈപിടിച്ചു, ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു, മുസ്ലിമായി. എന്നിട്ട് അദ്ദേഹം റസൂലിനോട് പറഞ്ഞു, റസൂലെ എനിക്ക് ഹിജറ ചെയ്യണം, അള്ളാഹിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്യണം, ഞാനുണ്ട്. പലായനത്തിന് വേണ്ടി പുറപ്പെട്ടു വന്നു. സ്വഹാബത്തിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജറക്ക് വേണ്ടി പോവുകയാണ്. അങ്ങനെ പോയിട്ട് പിന്നീടൊരു യുദ്ധത്തിലേക്കുള്ളൊരു ചാൻസ് കിട്ടുന്നു ഈ സ്വഹാബിക്ക്. ബദവികളിൽപ്പെട്ട ആളായിരുന്നു, അറാബികളിൽപ്പെട്ട ആളായിരുന്നു. പിന്നീട് അദ്ദേഹം മുസ്ലിമായി. നോക്കൂ നിങ്ങൾ, മുശ്രിക്കുകളിൽപ്പെട്ടൊരു വ്യക്തി പിന്നീട് മുസ്ലിമായി മാറിയിട്ട് പലായനം ചെയ്യുകയാണ്, ഹിജറ ചെയ്യുകയാണ്. അതും കഴിഞ്ഞൊരു യുദ്ധഭൂമിയിലേക്ക് വരാനുള്ള ചാൻസ് കിട്ടുമ്പോൾ ആ യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പങ്കെടുത്ത യുദ്ധം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഗനീമത്തിൻ്റെ മുതലിങ്ങനെ വാരിക്കൂട്ടുകയാണ്. സ്വഹാബത്ത് വാരിക്കൂട്ടുകയാണ് ഗനീമത്തിൻ്റെ സ്വത്തുക്കളൊക്കെ. യുദ്ധാർജിത മുതലിനെ കിട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് റസൂൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, വിഹിതിച്ചു കൊടുക്കുകയാണ്. റസൂൽ ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ വിഹിതങ്ങൾ ഇങ്ങനെ കൊടുക്കുക. അറാബിയുടെ കയ്യിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിക്കുള്ളത് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അറാബി സദസ്സിലില്ല. അന്ന് ഇസ്ലാം സ്വീകരിച്ച മനുഷ്യൻ സദസ്സിലില്ല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒട്ടകങ്ങളെയും അതേപോലെ കുതിരകളെയും യുദ്ധത്തിന് വേണ്ടി വന്ന യാത്രാ മൃഗങ്ങളെ മേക്കാൻ വേണ്ടി പോയതാണ്, മേക്കാൻ വേണ്ടി അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി പോയതാണ്. ആ മനുഷ്യൻ തിരിച്ചു വരുന്നതിന് മുമ്പ് അള്ളാഹിൻ്റെ റസൂൽ ഇത് ഓഹരി വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഹരി എടുത്തിട്ട് ആ മനുഷ്യൻ്റെ കയ്യിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്വഹാബത്തിനെ ഏൽപ്പിച്ചു റസൂലുള്ളാഹ്.
സ്വഹാബത്തിനെ ഏൽപ്പിക്കാൻ വേണ്ടി, ഈ മനുഷ്യനെ ഏൽപ്പിക്കാൻ വേണ്ടി സ്വഹാബത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അറാബിയായ മനുഷ്യൻ മൃഗങ്ങളൊക്കെ മേച്ച് കഴിഞ്ഞിട്ട് സ്വഹാബത്തിൻ്റെ മുന്നിൽ വന്നപ്പോൾ ഈ മുതലെടുത്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അതിങ്ങനെ വാങ്ങിയിട്ട് ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഇതെന്താ? അത് ഗനീമത്തിൻ്റെ മുതലാണ്, ഗനീമത്തിൻ്റെ സ്വത്താണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ മനുഷ്യൻ ഈ ഗനീമത്തിൻ്റെ സ്വത്തുമായി റസൂലുള്ളാഹിന്റെ മുന്നിലെത്തിയിട്ട് ചോദിച്ചു, നബിയേ, ഇതെന്താ നബിയേ? അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, ഗനീമത്താണ്, നിനക്ക് അവകാശപ്പെട്ട നിന്റെ മുതലാണ്, യുദ്ധാർജിത മുതലാണത്, നിനക്ക് അവകാശപ്പെട്ടതാണ്, നീ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഈ അറാബിയായ മനുഷ്യൻ്റെ 2 കണ്ണുകളിലൂടെയും കണ്ണുനീരുകൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു. റസൂലിനോട് പറയാണ്, നബിയേ, ഇത്തരം മുതലുകൾക്ക് വേണ്ടിയല്ല നബിയേ ഞാൻ മുസ്ലിമായത്, ഇതിനു വേണ്ടിയല്ല റസൂലേ ഞാൻ മുസ്ലിമായത്, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം നബിയേ, എനിക്ക് ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം നബിയേ. ഈ സ്വഹാബി പറയുന്ന വാചകം കാണാം, എൻ്റെ കഴുത്തിതാ നബിയേ, ഈ ചങ്കിൻ്റെ ഭാഗത്ത് ഒരമ്പ് വന്ന് തറക്കണം, ഈ ചങ്കിൻ്റെ ഭാഗത്ത് ഒരമ്പ് വന്ന് തറക്കണം, എന്നിട്ട് ഞാൻ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം നബിയേ എന്ന് ഈ സ്വഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ റസൂൽ പറയാണ്, അത് നിന്റെ മുതലാണ്, നീ എടുത്തോ. പക്ഷേ നിന്റെ കൽബിൽ ഇങ്ങനൊരാഗ്രഹം ഉണ്ടെങ്കിൽ, ഇങ്ങനൊരാഗ്രഹം, കഴുത്തിലേക്കൊരമ്പ് വന്ന് തറച്ചിട്ട് നിലത്ത് വീണിട്ട് ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, നീ അള്ളാഹിൻ്റെ കാര്യത്തിൽ നീ സത്യസന്ധത കാണിച്ചാൽ നിൻ്റെ കാര്യത്തിൽ അള്ളാഹു സത്യസന്ധത കാണിക്കും. അള്ളാഹിൻ്റെ കാര്യത്തിലുള്ള സത്യസന്ധത എന്നുള്ളത് വിശ്വാസ രംഗത്തുള്ള സത്യസന്ധതയാണ്, ദീനിൻ്റെ രംഗത്തുള്ള സത്യസന്ധതയാണ്, അമലുകളുടെ കാര്യത്തിലുള്ള സത്യസന്ധതയാണ്. അതിലൊക്കെ നമുക്കൊരു സത്യസന്ധതയുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ അള്ളാഹു സത്യസന്ധത കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥനയോടെ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി. സഹോദരങ്ങളെ, പിന്നീട് നടന്ന യുദ്ധഭൂമിയിലെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഒരു യുദ്ധത്തിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് 4 സ്വഹാബികൾ ചേർന്ന് ഈ ഒരു മനുഷ്യനെയും ചുമന്നിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട് സ്വഹാബത്ത്. അത് ഈ മനുഷ്യനായിരുന്നു, ഈ അറാബിയാണ്. റസൂലുള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ കഴുത്തിൻ്റെ നേരെ ഒരു ദ്വാരം കാണുന്നു റസൂലുള്ളാഹ്. ചങ്കിലേക്ക് അമ്പ് വന്ന് തറച്ചതിൻ്റെ പാട് കണ്ടപ്പോൾ റസൂല് ചോദിച്ചു, ഇതാ വ്യക്തിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറയാണ്, അതേ നബിയേ, അന്ന് നിങ്ങളോട് ആഗ്രഹം പ്രകടിപ്പിച്ച വ്യക്തിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹ് പറഞ്ഞൊരു വാക്ക് കാണാം, സ്വഹാബികളെ, ഈ മനുഷ്യൻ അള്ളാഹിൻ്റെ കാര്യത്തിൽ സത്യസന്ധത കാണിച്ചപ്പോൾ അള്ളാഹു ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും സത്യസന്ധത കാണിച്ചു. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും സത്യസന്ധത കാണിച്ചു. നോക്കി, നിങ്ങൾ നമ്മുടെ ഇബാദത്തുകളിലൊക്കെ സത്യസന്ധത ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഖൽബിനോട് ചോദിക്കണം. സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുന്നിടത്ത് സത്യസന്ധമായിട്ടാണോ എന്നൊരു ചോദ്യം അല്ലേ? എന്നിട്ട് ഈ മനുഷ്യൻ്റെ മയ്യത്തിനെ കൊണ്ടുവന്നിട്ട് ജനാസ നമസ്കാരത്തിന് വേണ്ടി നിർത്തുന്ന നേരം, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നമസ്കാരത്തിന് വേണ്ടി കയറി നിന്നിട്ട് റസൂൽ ഈ മനുഷ്യൻ്റെ മുന്നിൽ നിന്ന് ജനാസ നിസ്കാരത്തിന് വേണ്ടി കയറി നിന്നിട്ട് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ ഹാദാ അബ്ദുക, പടച്ചോനെ, ഈ മനുഷ്യൻ നിന്റെ അടിമയല്ലേ റബ്ബേ, നിന്റെ അടിയാനാണ് റബ്ബേ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ അടിമയാണ് റബ്ബേ. മാത്രമല്ല, ഖറജ മുഹാജിറൻ ഫീ സബീലില്ലാഹ്, ഇദ്ദേഹം റബ്ബേ നിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്ത മനുഷ്യനാണു നാദാ, വഖുതില ഷഹീദാ, അദ്ദേഹം കൊല്ലപ്പെട്ടത് രക്തസാക്ഷിയായിട്ടാണ്, ഷഹീദായിട്ടാണ് അദ്ദേഹം ഭൂമിയോട് യാത്രയാകുന്നത്. മാത്രമല്ല, എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, അന ഷഹീദുൻ അലാ ദാലിക്, അന ഷഹീദുൻ അലാ ദാലിക്, അന ഷഹീദുൻ അലാ ദാലിക്, ഈ മനുഷ്യന്റെ രക്തസാക്ഷിത്വത്തിന് ഞാൻ സാക്ഷിയാണല്ലാ, ഞാൻ സാക്ഷിയാണ് റബ്ബേ, ഞാൻ സാക്ഷിയാണ് റബ്ബേ എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ ഒരു ഭാഗം നമുക്ക് കാണാം.
സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാണ് സ്വഹാബത്ത് ചെയ്തത്, റെഡിയാവാണ് ചെയ്തത്. ഒരു കാട്ടിക്കൂട്ടലല്ല. ഖൽബ് കൊണ്ടവർ ഒരുങ്ങി, സ്വർഗത്തിന് വേണ്ടി അവർ ഒരുങ്ങി. മൗലിഉ സൗത്തിൻ ഫിൽ ജന്ന, മൗലിഉ സൗത്തിൻ ഫിൽ ജന്ന. ആരെങ്കിലും സ്വർഗത്തിലേക്കൊരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം ഒരാൾ നേടിയെടുത്താൽ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവ് മുഴുവനും അയാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് സ്വർഗത്തിലൊരു വടി വെക്കാനുള്ള സ്ഥലം, ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ഇതേ ഹദീസിനെ റസൂലുള്ള മറ്റൊരു ശൈലിയിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. മൗലിഉ ഖദമിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു കാല് വെക്കാനുള്ള സ്ഥലം നിങ്ങൾ നേടിയെടുത്താൽ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഒരു കാലിങ്ങനെ കയറ്റി വെക്കാനുള്ള ഒരു സ്ഥലം അല്ലേ? അതിനുവേണ്ടി സുഹൃത്തുക്കളെ നമ്മൾ എന്താ ചെയ്തത്? നമ്മളുടെ അടുത്ത് എന്താ ഉള്ളത്? നമ്മുടെ കൽബിനോട് എപ്പോഴും നമ്മൾ വിചാരണ നടത്തണം, മനസ്സിനോട് എപ്പോഴും ചോദിക്കണം. ഈമാനൊക്കെ ഇങ്ങനെ ചുങ്ങി പോകുന്ന സാഹചര്യങ്ങൾ അനുഭവപ്പെടാറില്ലേ നമുക്ക്? കൽബിൽ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു പോകുന്ന പശ്ചാത്തലങ്ങളൊക്കെ അല്ലേ? ഈമാനിനെ എപ്പോഴും ഭദ്രമായി സൂക്ഷിക്കാൻ കഴിയണം. ദീനിൻ്റെ മാർഗത്തിലൊക്കെ കഠിനാധ്വാനം ചെയ്യാൻ നമുക്ക് കഴിയണം. എങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള വിഭവമാണ്, സ്വർഗത്തിലേക്കുള്ളൊരു ഒരുങ്ങലാണ്. ഇസ്ലാമിക ചരിത്രങ്ങൾ വിവരിക്കുന്നിടത്ത് കാണാം അല്ലേ? മുതുകത്ത് മാംസങ്ങളില്ലാത്തൊരു സ്വഹാബിയുണ്ട്, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. മുതുകത്ത് മാംസങ്ങളില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കയറി വന്ന് ഒരു ചോദ്യം ചോദിച്ച് ഉമറായിട്ട് സംസാരം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹുവിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മുന്നിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തോളത്തുള്ള ഷാള് താഴെ വീണു. ഖബ്ബാബിൻ്റെ തോളത്തുള്ള ഷാള് താഴെ കുതിർന്ന് വീണു. അന്നാണ് ഉമർ റളിയല്ലാഹു ഖബ്ബാബിൻ്റെ മുതുക് കാണുന്നത്. സുബ്ഹാനല്ലാഹ് യാ ഖബ്ബാബ്, ഖബ്ബാബേ നിൻ്റെ മുതുകത്ത് എന്താ ഖബ്ബാബേ ഈ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു പറഞ്ഞത്, എൻ്റെ പടച്ചോൻ്റെ കോടതിയിലേക്ക് കാണിക്കാനുള്ള അടയാളാണ് ഉമറേ. ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇരുമ്പിൻ്റെ കമ്പി പഴുപ്പിച്ചിട്ട് എൻ്റെ യജമാനൻ എൻ്റെ മുതുകത്ത് നിന്ന് മാംസങ്ങൾ പിഴുതെടുത്തതിൻ്റെ അടയാളമാണ് ഉമറേ എൻ്റെ മുതുകത്തെന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിന് വേണ്ടി അങ്ങനൊരു ത്യാഗമൊന്നും എനിക്കും ഇങ്ങൾക്കും സഹിക്കേണ്ടി വന്നിട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നിടത്ത് നമ്മളൊന്നും ആ രൂപത്തിലുള്ളൊരു ഒരുക്കൊന്നും നടത്തിയിട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. റസൂലുള്ളാഹിൻ്റെ യുദ്ധഭൂമിയിൽ നിന്ന് വരുന്ന സ്വഹാബികളിൽ പലർക്കും ചെവിയില്ലായിരുന്നു അല്ലേ? ചെവിക്ക് അറ്റ് തൂങ്ങിയ ചെവി, മൂക്കിന് വെട്ടുകിട്ടിയ സ്വഹാബത്തുണ്ട് അല്ലേ? കാല് മുറിഞ്ഞുപോയ സ്വഹാബത്തുണ്ട്. കൈ ഇങ്ങനെ വെട്ടിയിട്ട് ഈ കയ്യിൻ്റെ പടം അങ്ങോട്ട് വെട്ടുകിട്ടിയിട്ട് ഈ കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, ചെറുവിരലിൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. യുദ്ധഭൂമിയിൽ വിശ്രമത്തിൻ്റെ ഗ്യാപ്പ് വരുന്ന സമയത്ത് മാറി നിന്ന് രണ്ടാമത്തെ യുദ്ധത്തിലേക്ക് റസൂൽ വിളിക്കുന്ന നേരത്ത് ഈ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബി ഇറങ്ങിച്ചെല്ലാണ്, ഞാനും ഉണ്ട് നബി എന്ന് പറഞ്ഞിട്ട്. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന നേരത്ത് ആ കൈ തൂങ്ങി ഇടയ്ക്കിടയ്ക്ക് യുദ്ധത്തിൽ ഒരു ഡിസ്റ്റർബായി മാറിയ സമയത്ത്, അതൊരു തടസ്സമായി മാറിയ സമയത്ത് കാലിൻ്റെ ചുവട്ടിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് പറിച്ചങ്ങോട്ട് എടുത്തു. എന്നിട്ടൊറ്റ കൈ കൊണ്ട് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയ സ്വഹാബികളുണ്ട് റസൂലുള്ളാഹിൻ്റെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ അല്ലേ? അവർ ചോദിച്ചു റസൂലിനോട്, റസൂലേ എന്താ നബിയെ, ശത്രുക്കളുടെ അക്രമം ഇങ്ങനെ കൂരമ്പുകളെപ്പോലെ വരികയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ, ഒരാശ്വാസമൊന്നും ഇല്ലേ നബിയെ? പ്രാർത്ഥിക്കണില്ലേ നിങ്ങള്? അള്ളാഹുവിനോട് എപ്പോഴാണ് നമുക്കൊരു സഹായം കിട്ടുക എന്ന് ചോദിക്കണ ഒരു ചോദ്യമുണ്ട്, സ്വഹാബത്തിൻ്റെ ചോദ്യം. അന്ന് അല്ലാഹ് ഇറക്കി കൊടുത്തൊരായത്തെ തരങ്ങൾ അറിയോ? പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചില്ലേ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ ഫസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ഖുർആനിൻ്റെ ചോദ്യ,
നിങ്ങൾ വെറുതെ അങ്ങോട്ട് സ്വർഗ്ഗത്തിൽ കയറിപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഫലമ്മായ എത്തിക്കും മസലുല്ലദീന ഖലൗ മിൻ ഖബലിക്കും മസ്സത്തുഹുമുൽ ബഅ്സാഉ വല്ലറാ. മുൻഗാമികളായ ആളുകൾ അനുഭവിച്ച പീഡനത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും അനുഭവങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതെ വെറുതെ അങ്ങോട്ട് സ്വർഗ്ഗത്തിൽ കയറിപ്പോകാൻ നിങ്ങൾ കരുതിയിട്ടുണ്ടോ എന്നാ ഖുർആനിൻ്റെ ചോദ്യം. ആരോടാ ഈ ചോദ്യം എന്നറിയോ? മൂക്കറ്റ് പോയവരോട്, കാതുകളിൽ മുറിവേറ്റവരോട്, കയ്യറ്റുപോയ സ്വഹാബത്തിനോട് അല്ല ഓതിക്കൊടുത്ത ആയത്താണിത്. വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? മുൻഗാമികൾ അനുഭവിച്ച പീഡനേതാ, അവർ അനുഭവിച്ച ത്യാഗേതാ. ഫലമ്മായ യഅ്തികും മസലുല്ലദീന ഖലൗ മിൻ ഖബലിക്കും മസ്സത്തുഹുമുൽ ബഅ്സാഉ വല്ലറാ. എന്നിട്ട് ഖുർആൻ പറയാണ് ഫസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ് മതാ നസ്റുല്ലാഹ്. മുൻഗാമികളായ പ്രവാചകന്മാരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പീഡനങ്ങൾ എങ്ങനെ വന്നിട്ടേ, ത്യാഗങ്ങൾ എങ്ങനെ അനുഭവിച്ച് നിൽക്കുന്ന സമയത്ത് ആ ത്യാഗങ്ങളുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയിൽ അവർ ചോദിച്ചു പോയി മതാ നസ്റുല്ലാഹ്. ആര്? പ്രവാചകന്മാർ ചോദിച്ചു പോയി എന്നാണ്. എപ്പോഴാണ് അള്ളാൻ്റെ സഹായം ഞങ്ങൾക്ക് വന്നു കിട്ടുക? അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടൊരു ജനത ഉണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞ വാക്ക് അലാ ഇന്ന നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അള്ളാൻ്റെ സഹായം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. പടച്ചോൻ്റെ സഹായം. ഖുർആൻ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് ഇങ്ങോട്ട് പകർന്നു കൊടുത്തു. അതുകൊണ്ട് കൽബിനോട് സുഹൃത്തുക്കളെ നിരന്തരം നമ്മുടെ കൽബിലേക്ക് വേട്ടയാടേണ്ട വാക്കുകൾ. സ്വർഗം എന്ന ലക്ഷ്യത്തിലല്ലാതെ നമ്മൾ ഈ നോമ്പെടുത്തിട്ട് കാര്യമുണ്ടോ? സുഹൃത്തുക്കൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇബാദത്ത് ചെയ്തിട്ട് കാര്യമുണ്ടോ? എന്ത് ചെയ്തിട്ടും കാര്യമല്ല അല്ലേ? എല്ലാ ക്ലാസ്സിനും വരണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ 10 റുപ്യ സ്വതക്ക ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു ദാനധർമ്മത്തിലേക്ക് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനൊരു മുഷിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കൊടുക്കണ്ടെന്ന് വെച്ചാൽ മതി അല്ലേ? പക്ഷേ എപ്പോഴും പിറുപിറുത്തുകൊണ്ട് സമ്പത്ത് ചെലവഴിച്ചിട്ട് എന്താ കാര്യം? പിറുപിറുത്തുകൊണ്ട് കുടുംബത്തിനെ പോറ്റിയിട്ട് എന്താ കാര്യം? പിറുപിറുത്തുകൊണ്ട് സഹോദരങ്ങളെ ഇബാദത്തായിട്ട് എന്താ കാര്യം? ഒരു കാര്യമല്ല, ഒരു കാര്യമല്ല. എല്ലാം പുണ്യമാണ്, എല്ലാം സ്വർഗം എന്ന ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ അതിന് വലിയൊരു ഖൈറും ബറക്കത്തുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ രൂപത്തിൽ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ക്രമീകരിച്ചിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഹാബികളൊക്കെ അങ്ങനെ ജീവിച്ചത്. സ്വർഗത്തെ മുന്നിൽ കണ്ട് പണിയെടുത്തവരാണവർ. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ബദറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മദീനയിൽ നിന്ന് റസൂലുള്ള വിളിക്കുന്ന ബദർ യുദ്ധത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് റസൂലുള്ളാഹിൻ്റെ വിളിയാളത്തിന് ഉത്തരം നൽകുന്ന സമയം മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, ഹൈസം റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ, ഹൈസം റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിലിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അങ്ങാടിയിൽ നിന്ന് ബഹളം കേട്ടത്. എന്തോ ഒരു ഒച്ചപ്പാട്. ഈ ബഹളം കേട്ട ഉടനെ ഹൈസം റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ ഒന്ന് പോയി നോക്കടാ, എന്തോ ഒരു ഒച്ചപ്പാട്, ഒരു ബഹളം അങ്ങാടിയിൽ കേൾക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല, ഒന്ന് ചെന്ന് നോക്ക്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഓടുകയാണ് വീട്ടിൽ നിന്ന്. ഓടിച്ചെന്നിട്ട് നോക്കൂ നിങ്ങൾ, മദീനയിലെ ആ വെപ്രാളത്തെ കണ്ടതിന് ശേഷം തിരിച്ചു വന്നു. ഓടി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൽപ്പന കേട്ടിട്ട് വീട്ടിലേക്ക് ഓടി വന്നിട്ട് തൂക്കിയിട്ട വാളെടുത്തിട്ട് ഓടുകയാണ്. തൂക്കിയിട്ടിരുന്നൊരു വാള് കയ്യിലെടുത്തിട്ട് ഓടുക. ആര്? സഅദ് റളിയല്ലാഹു അൻഹു ഓടുക. വാപ്പ കയ്യിലാണ് പിടിച്ചു. ഞാനല്ലേ എന്നെ പറഞ്ഞേച്ചേ, എന്നോടൊരു വാക്ക് പോലും മിണ്ടാതെ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ഹൈസം റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്. പ്രിയമുള്ളവരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു പോകുന്ന നേരത്ത് അവർ തർക്കിക്കുകയാണ്. വാപ്പ പറഞ്ഞു, മോനെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകടാ യുദ്ധത്തിന്, ഞാൻ പോയിക്കോളാം മോനെ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാപ്പ ഇത് സമ്മതിച്ചു തരൂല, നമുക്ക് നറുക്കിടാം വാപ്പ. വീട്ടിൽ നിന്ന് ആര് യുദ്ധഭൂമിയിലേക്ക് പോകണം എന്ന തീരുമാനത്തിന് വേണ്ടി നറുക്കിടുകയാണ്. നറുക്ക് വീണത് സഅദ് റളിയല്ലാഹു അൻഹുവിന് തന്നെയാണ്. സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വാപ്പ വീണ്ടും കൈപിടിച്ചിട്ട് ചോദിക്കുന്നു, മോനെ എൻ്റെ താടിരോമങ്ങൾ നിരച്ചു തുടങ്ങിയടാ, എൻ്റെ മുടിയൊക്കെ നിരച്ചു പോയി തുടങ്ങി മോനെ, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് തുടങ്ങി മോനെ, എനിക്ക് നീ ഒരു ചാൻസ് തരുമോ? നീ യുവാവല്ല മോനെ, നിനക്കിനിയും ചാൻസുകൾ കിട്ടിയേക്കാം.
നിനക്കിനിയും അവസരങ്ങൾ ലഭിച്ചേക്കാം. എന്നാൽ ആ വാളെനിക്കു തന്നാൽ ഹബീബായ മുത്തുനബിയുടെ കൂടെ ബദറിന്റെ ഭൂമിയിലേക്ക് ഞാൻ ഇറങ്ങിക്കോളാമെന്ന് സഅദ് ഇബ്നു മുആസ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ഹൈസം റളിയല്ലാഹു അൻഹു പറയുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, വാപ്പാ എൻ്റെ മുതൽ എന്ത് വേണോ വാപ്പെടുത്തോ, എൻ്റെ സമ്പത്ത് എന്ത് വേണോ വാപ്പെടുത്തോ, എനിക്ക് ദുനിയാവിലെ ഒന്നും വേണ്ട, പക്ഷെ ഇത് ഞാൻ വിട്ടുതരൂല, ഇത് സ്വർഗത്തിൻ്റെ കാര്യമാണ് വാപ്പാ, ഇത് ഷഹീദാകാനുള്ള ചാൻസ് ആണ് വാപ്പാ, ഞാൻ വിട്ടുതരൂല. സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി. ഒരു പിതാവിൻ്റെ ഖൽബിൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു പ്രാർത്ഥനയുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ദുആ നമ്മുടെ ഖൽബിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. സഅദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഹൈസം റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് റബ്ബിനോട് പറയുന്നു, റബ്ബേ എൻ്റെ മകന് നീ സ്വർഗം നൽകണേ അല്ലാ, എൻ്റെ മകനെ നീ ശുഹദാക്കളുടെ ദറജയിൽ ഉൾപ്പെടുത്തണേ നാഥാ, ഈ യുദ്ധത്തിൽ അവനെ നീ ശുഹദാക്കളുടെ ദറജയിലേക്ക് അവനെ നീ ഉയർത്തണേ റബ്ബേ. ശത്രുവിൻ്റെ വാളിൻ്റെ മുന്നിലേക്ക് പോകുന്ന മകന് വേണ്ടി ഒരു വാപ്പാൻ്റെ പ്രാർത്ഥന ഇതായിരുന്നുവെങ്കിൽ അതേ വാപ്പ വരുന്നുണ്ട് രണ്ടാമത്തെ യുദ്ധഭൂമിയിലേക്ക്, ഉഹദിൻ്റെ ഭൂമിയിലേക്ക്. റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് കയറി വന്നിട്ട് പറയാണ്, പ്രായമായിട്ടുണ്ട് ഹൈസം റളിയല്ലാഹു അൻഹുവിന്, വയസ്സായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുപ്പായമൊക്കെ ഇങ്ങനെ ഉഷാറാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരു തളർച്ച തോന്നാതിരിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ നെഞ്ചും വിരിച്ച് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നു യുദ്ധത്തിലേക്ക് പോകാൻ. റസൂൽ ഇങ്ങനെ നോക്കിയപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനോട് വാപ്പയായ ഹൈസം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അരുത് റസൂലേ, എന്നെ നിങ്ങൾ പ്രായം കണ്ടിട്ട് എന്നെ നിങ്ങൾ വീട്ടിലേക്കെങ്ങാനും തിരിച്ചു പറഞ്ഞേക്കരുത് നബിയെ. ഞാൻ സ്വപ്നം കാണാറുണ്ട്, എൻ്റെ പുന്നാരമകൻ സഅദിനെ ഞാൻ സ്വപ്നം കാണാറുണ്ട് റസൂലേ, എൻ്റെ മകൻ എന്നെ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട് റസൂലേ. അതുകൊണ്ട് എനിക്ക് യുദ്ധത്തിലേക്ക് ഇറങ്ങണമെന്ന് ഹബീബിനോട് വന്ന് ആവശ്യപ്പെടുന്ന പിതാവിനെയും ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പള്ളിയിലിരുന്ന് സംസാരത്തെ വീക്ഷിക്കുന്നവരെ, നമ്മൾ നമ്മുടെ കൽബിനോട് ചോദിക്കണം, ഈ സ്വഹാബത്ത് പോയ അതേ സ്വർഗമല്ലേ ഞാനും നിങ്ങളും കൊതിക്കുന്നത്? നമ്മുടെ നിസ്കാരത്തിൽ കിടന്ന് റഹ്മാനായ റബ്ബേ എൻ്റെ സ്വർഗം നീ എനിക്ക് തരണേ റബ്ബേ എന്ന് ഒരു ദിവസമെങ്കിലും സ്വർഗത്തിന് വേണ്ടി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് ഒരു ഇസ്തിഗ്ഫാറിന്റെ വാക്കിനെ ഉരുവിട്ട് ചോദിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? ആ സ്വർഗം കൊതിക്കുന്ന നമ്മൾ, ഇതേ സ്വഹാബത്ത് പോയ സ്വർഗം കൊതിക്കുന്ന നമ്മൾ, സലാമുൻ അലൈക്കും തിബ്തും സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് വന്നോളൂ, നിങ്ങൾ കയറി വന്നോളൂ എന്ന് മലക്കുകൾ നമ്മളെ വിളിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്ക് കയറാൻ മാത്രമുള്ള അമല് നമ്മുടെ കയ്യിലുണ്ടോ? വിശ്വാസം നമ്മുടെ കയ്യിലുണ്ടോ? വൃത്തിയുള്ള കുടുംബജീവിതം നയിച്ചതിൻ്റെ പുണ്യം നമ്മുടെ കരങ്ങളിലുണ്ടോ? പുഞ്ചിരിച്ചതിൻ്റെ കൂലിയുണ്ടോ? സലാം പറഞ്ഞതിൻ്റെ പ്രതിഫലമുണ്ടോ? സമ്പത്ത് കൊണ്ട് നാഥൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതിൻ്റെ പ്രതിഫലമുണ്ടോ? ആഖിറത്തിലേക്ക് ആരോഗ്യം ചെലവഴിച്ചതിൻ്റെ പ്രതിഫലം നേടിയെടുത്തിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂൽ ചോദിക്കുന്നു, നമ്മൾ എത്രയോ കേട്ട ചരിത്ര സംഭവങ്ങളാണ്, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് നോറ്റതാരാണ്? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. പിന്നെ റസൂൽ ചോദിച്ചത്, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത്? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. മൂന്നാമത്തെ ചോദ്യം, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ മയ്യത്തിനെ അനുഗമിച്ചവർ ആരാണ്? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. നാലാമത്തെ ചോദ്യം ഇതാ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചവർ ആരാണ്? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടിയാണെങ്കിൽ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെയും മലക്കുകൾ സ്വാഗതം ചെയ്യുമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളലിനെ വിവരിച്ചപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ വാക്കാണ്, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെയും മർഹബൻ യാ അബൂബക്കർ, മർഹബൻ യാ അബൂബക്കർ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ സ്വാഗതം ചെയ്യുമെന്നാണ്. അല്ലേ സഹോദരങ്ങളെ,
ഈ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് ഒന്ന് കോട്ട് ചെയ്ത് ഞാനിങ്ങനെ ഒരു ക്രോഡീകരണമല്ല എന്നാണ് പറഞ്ഞതേ. നമ്മുടെ ജീവിതത്തിൽ ഈ സ്വഹാബത്തിനെ ഇത്തിബാ ചെയ്തും ഈ സ്വഹാബത്തിൻ്റെ മാർഗം സ്വീകരിച്ചിട്ടാണല്ലോ നമ്മൾ ജീവിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞത് അല്ലേ. ومن يشاقق الرسول من بعد ما تبين له الهدى, ആർക്കെങ്കിലും അതാ സന്മാർഗം കരങ്ങളിലേക്ക് വന്നു കിട്ടിയതിന് ശേഷവും ഖുർആനാകുന്ന സുന്നത്താകുന്ന സന്മാർഗം ഒരാൾക്ക് കിട്ടിയിട്ടും ആരാണോ റസൂലുള്ളാഹിക്ക് എതിര് പ്രവർത്തിക്കുന്നത്, ആരാണോ റസൂലുള്ളാഹിക്ക് എതിര് പ്രവർത്തിക്കുന്നത്, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും സ്വീകരിക്കുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നം. നോക്കി നിങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞ സ്വഹാബത്തിൻ്റെ മാർഗം, മുഅ്മിനീങ്ങളുടേതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും സ്വീകരിച്ചാൽ എന്ന് പറഞ്ഞത് സ്വഹാബത്തിൻ്റേതല്ലാത്തൊരു മാർഗം ആരെങ്കിലും സ്വീകരിക്കുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ, അല്ലാഹു ഒരുക്കി വെച്ച നരകം അതിമോശമായ താവളമാണ്. അതുകൊണ്ട് ഖൽബ് ആ ഒരു നരകത്തെ ഓർത്തും സഹോദരങ്ങളെ മരണത്തെ ഓർത്തുകൊണ്ടും ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തന്ന സകല നിഅമത്തുകളും, ആരോഗ്യം, ഒഴിവ് സമയം, സമ്പത്ത് എല്ലാം, തൗഹീദിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധ, ശിർക്ക് കലരാത്ത വിശ്വാസം വേണം പരലോകത്ത് വിജയിക്കാൻ. നല്ല അമലുകൾ വേണം, നല്ല ക്വാളിറ്റിയുള്ള അമലുകൾ വേണം. മരിച്ചു പോകുന്ന സമയത്ത് അല്ലാഹു സ്വീകരിക്കാൻ പാകതയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇബാദത്ത് നമ്മുടെ കരങ്ങളിൽ ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? റിയാ ഇല്ലാതെ, ശിർക്ക് കലരാതെ, ഇത്തിബാഓടുകൂടി അമലുകൾ ബാത്തിലാകുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതെ സജീവമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ശൈത്വാനിൻ്റെ വലയിലൊന്നും പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മൊബൈലിൻ്റെ ലോകത്തേക്കൊക്കെ അങ്ങോട്ട് എത്തിപ്പെട്ടാൽ സഹോദരങ്ങളെ, നോമ്പാണെന്ന് പോലും മറന്നു പോകുന്ന മനുഷ്യരുണ്ട് നമ്മുടെ നാടുകളിൽ അല്ലേ. നോമ്പാണെന്ന് പോലും മറന്നു പോകുന്ന, റമദാനാണെന്ന് പോലും മറന്നു പോയിട്ട് തിന്മകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല. ഫേസ്ബുക്ക് കൊണ്ട് തുറന്നിട്ട് ഇങ്ങോട്ട് തട്ടി നോക്കിയപ്പോൾ കണ്ടൊരു വീഡിയോ, ആദ്യം കണ്ടത് പ്രസംഗമാണ്, പിന്നെ ഇങ്ങനെ നീക്കി നോക്കിയതാ, മേപ്പെട്ട് ഇങ്ങനെ നീക്കി, പിന്നെ ഒന്ന് നീക്കി, പിന്നെ കണ്ടതൊക്കെ പിന്നെ മറന്നു. ഞാൻ ഏത് മാസത്തിലാണെന്ന് പോലും മറന്നു. പിന്നെ ഇങ്ങനെ നീക്കി, പിന്നെ കുറേ കഴിഞ്ഞിട്ട് കാണാൻ പാടില്ലായിരുന്നല്ലോ എന്നൊരു തോന്നല. അപ്പോൾ തോന്നിയിട്ടെന്താ കാര്യം അല്ലേ? കാണാനുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുകയാണ്. ശൈത്താൻ അപ്പോഴാണ് നമ്മളടുത്ത് അങ്ങോട്ട് പോകണത്. നമ്മളങ്ങനെ കൊണ്ടുപോവുക, വലിച്ചണ് കൊണ്ടുപോവുകയാണ് അല്ലേ. തിന്മകരുടെ ലോകത്ത് കണ്ണ് ഹറാമിലേക്ക് പോവുകയാണ്, കാത് ഹറാമിലേക്ക് പോവുകയാണ്. ഒരു ഭദ്രമായ ഒരു ജീവിതശൈലി കെട്ടിപ്പടുക്കണം. ഇങ്ങനൊരു മുഅ്മിനായി, മുഖ്ലിസായി, മുത്തഖിയായി അങ്ങോട്ട് മരിച്ചു പോകുമ്പോൾ നമുക്കൊരു സമാധാനമുള്ളൊരു യാത്ര നമുക്ക് നടത്താൻ കഴിയും. മനസ്സിലായോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ വെറുക്കുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലാഹ് അവനെ കാണുന്നതിനെ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നു. ആരാണോ അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നത് അല്ലേ, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു വമൻ കരിഅ ലിഖാ അല്ലാഹ്, ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ വെറുക്കുന്നത്, കരിഹല്ലാഹു ലിഖാഅഹു, അവൻ അള്ളാഹു അവനെ കാണുന്നതിനെയും അല്ലാഹ് വെറുക്കുകയാണ്. അള്ളയും വെറുക്കുന്നു എന്നാണ്. എന്താ ഈ അള്ളാഹിനെ കണ്ടുമുട്ടുന്നതിന് ഇഷ്ടപ്പെടുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താ? മരിക്കാൻ വേണ്ടി ഇങ്ങനെ അർജൻറ്റ് കിട്ടുക അല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് പോകാൻ മാത്രമുള്ള പാകതയിൽ മരണത്തിന് വേണ്ടി ഒരുങ്ങിയ ഒരു മനുഷ്യനായി ജീവിക്കുക അല്ലേ. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ മുന്നിക്ക് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അധ്യാപകൻ കയറി വരുമ്പോഴുള്ളൊരു ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കി. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അധ്യാപകൻ കയറി വന്നാൽ പിന്നെ പഠിച്ച് ഹോംവർക്കൊക്കെ ചെയ്ത് വന്ന കുട്ടികളെന്താ ആഗ്രഹിക്കുക? ഇന്ന് സാറ് വരണം, ഞങ്ങളോട് ചോദിക്കണം എന്നാണ് അല്ലേ. അതേ ക്ലാസ്സിൽ തന്നെ വേറെ കുറച്ച് കുട്ടികളുണ്ടാവും, അവരാഗ്രഹം എന്താ? പടച്ചോനെ എന്നയാൾ വരാതെക്കട്ടെ എന്നാണ്. എന്തേ? ഓനെടുക്കേണ്ട പണി ഓനെടുത്തിട്ടില്ല, അതുകൊണ്ട് ആ സാറ് വരുന്ന അയാൾക്ക് ഇഷ്ടമല്ല അല്ലേ.
പെട്ടെന്ന് മനസ്സിലാകാൻ പഠിപ്പിച്ചൊരു മാർഗം മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹ് പഠിപ്പിച്ച പോലെ ഒരുങ്ങിയിട്ടുണ്ടാവും. മലക്കുൽ മൗത്തിൻ്റെ വരവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ ഒരുങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ മരിക്കുന്നവനായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിനെ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്നവനായിരിക്കും. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. ആരാണോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിലായി മാറുന്നത്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമായി മാറേണ്ടത്. ഈ ഒരുക്കങ്ങളൊക്കെ അതിനു വേണ്ടി ആവണം. മരണം നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നമ്മളിവിടെ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് അപ്പോഴൊന്നും മരിക്കൂലാന്ന്, ഞാൻ അപ്പോഴൊന്നും പോകൂലാന്ന് നമ്മളെ തോന്നലാണ്. പൊട്ടാ നീ മുന്തുള്ളി ചെഞ്ചോരക്കട്ടാ, പിന്നെ നീ കാഷ്ടം ചുമന്നോരു കൊട്ടാ, പെട്ടാലോ ചത്ത് ചകമല്ല പൊട്ടാ, പറവിന്നുടലിൻ ബഹുമാനം പൊട്ടാ. വരികൾ ഇങ്ങനെ എഴുതി വെച്ച പണ്ഡിതന്മാരുടെ വാക്കുകൾ കാണാം. എന്താ അത്? ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ വെറും ഒരു രക്തക്കെട്ടയായി നീ രൂപപ്പെട്ടതാണ്. ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ ജീവിച്ച് അതേ വെറും ഒരു കാഷ്ടപ്പെട്ടിയായി ജീവിച്ചവനാണു നീ. ഒന്നുമല്ല മനുഷ്യ. ഖുലിഖൽ ഇൻസാനു ളഈഫാ, മനുഷ്യൻ ദുർബലനാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാത്രയാവണം, പിന്നെ നമ്മൾ വിട പറഞ്ഞു പോകണം. ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് പ്രധാനം. ആ യാത്രയുടെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിക്കാത്തവരായി ഭൂമിയിൽ ആരുമില്ല, എല്ലാവരും മരിക്കും. മരിക്കാതെ ആരെങ്കിലും ബാക്കിയാകുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിൽ ബാക്കിയാകേണ്ടതായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹിനെ കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ആ റസൂൽ വരെ വിട പറഞ്ഞു പോയി. യാ ആയിഷ, ഇന്നലിൽ മൗതി ലസഖറാത്ത്, മരണത്തിന് അസഹനീയമായ വേദനയുണ്ടായിഷ, ഹബീബിൻ്റെ വാക്കാണ്. ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തേണ്ടതൊക്കെ ഓർമ്മപ്പെടുത്തി, ഈ ഉമ്മത്തിന് കൃത്യമായ ദിശാബോധം നൽകി. അള്ളാഹുവിൻ്റെ റസൂല് വരെ ഭൂമിയിൽ നിന്ന് യാത്രയായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്കും ഒരു ദിവസം വരാനുണ്ട്, നമുക്കും ഒരു യാത്ര വരാനുണ്ട്. മരണത്തെ രണ്ട് രൂപത്തിലായി പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം. ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു, രണ്ട് രൂപത്തിലുള്ള മരണമാണ്. ഒന്നൊരു മുഅ്മിനായ മനുഷ്യന്റെ മരണം, സുഹൃതങ്ങൾ ചെയ്ത് നന്മകൾ ചെയ്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് നന്മയിൽ മുഴുകി ജീവിച്ചവന്റെ മരണം, അത് നഫ്സു ത്വയ്യിബിന്റെ മരണമാണ്. രണ്ടാമത്തെ മരണം നഫ്സുൽ ഖബീസിന്റെ മരണമാണ്. തോന്നിവാസിയുടെ, ഫാജിറിന്റെ, ഫാസിഖിന്റെ, കാഫിറിന്റെ മരണമാണ്. ആ മരണം വേറെയാണ്. രണ്ട് മരണങ്ങൾ റസൂലുള്ള പഠിപ്പിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മലക്കുകൾ വരികയാണ്. മരണത്തിന്റെ വേദനകൾ കടിച്ചമർത്തുന്ന, അല്ലെങ്കിൽ സഖറാത്തിന്റെ ഹാലിലേക്ക് പ്രവേശിക്കുന്നൊരു മനുഷ്യനെന്ന് പറഞ്ഞാൽ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. ഒരു മലക്കല്ല, ഒട്ടനവധി മലക്കുകൾ. ഹദീസിന്റെ പ്രയോഗപ്രകാരം മിൻഹുമദ്ദൽ ബസർ, കണ്ണെത്തും ദൂരം വരെ വിശാലമായിരിക്കുന്ന മലക്കുകളാണ്. ആ മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമെന്നാണ്. ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ആ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് യജീഉ മലക്കുൽ മൗത്തി അലൈഹി സ്വലാത്തു വസ്സലാം, മലക്കുൽ മൗത്ത് ആ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. എന്നിട്ട് മലക്കുൽ മൗത്ത് എഴുന്നേറ്റ് വന്നിട്ട് ആ മനുഷ്യന്റെ തലഭാഗത്ത് വന്നിരിക്കുമെന്നാണ്. ആ മലക്കിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ വാചകമാണ്. ആ മലക്കിന്റെ രൂപം പറയുകയാണ്.
ആ മലക്കിന്റെ രൂപം ബീദുൽ വുജൂഹ്, വെളുവെളുത്ത മുഖമുള്ള മലക്കാണ്. നല്ല കാണാൻ ഭംഗിയുള്ള മുഖമുള്ള മലക്ക്. കഅന്ന വുജൂഹഹുമുശ് ശംസു, സൂര്യപ്രകാശത്തിനു സമാനമായി വെട്ടിത്തിളങ്ങുന്ന മുഖമുള്ള മലക്ക്. ആ മലക്ക് വന്ന് ചാരത്തിരിക്കുന്നു. എന്നിട്ട് ആ മലക്ക് വിളിക്കുകയാണ്, റൂഹിനെ വിളിക്കുകയാണ്, യാ അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, യാ അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, ഏ ശുദ്ധമായ ആത്മാവേ, ശുദ്ധിയുള്ള ആത്മാവേ, ഉഖ്റുജീ, നീ പുറത്തേക്ക് വാ, നീ പുറത്തേക്ക് വാ, ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വരിദ്വാനാ, ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വരിദ്വാനാ, അള്ളാന്റെ തൃപ്തിയിലേക്ക് നീ കയറിപ്പോര്, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് നീ മടങ്ങി വാ എന്ന് പറയുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അങ്ങനെ മലക്ക് ഈ റൂഹിനെ പിടിക്കുന്ന രംഗത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഈ മലക്കിന്റെ കയ്യിൽ കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തിലെ കഫൻ പുടവ കയ്യിലുണ്ട്. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, നരകം നോക്കൂ നിങ്ങൾ, സ്വർഗത്തിന്റെ സുഗന്ധവും ആ മലക്കിന്റെ കയ്യിലുണ്ട്. ആ സുഗന്ധം പുരട്ടി ഈ റൂഹിനെ വിളിക്കുകയാണ്, നീ കടന്നു വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ നനഞ്ഞ നോക്കൂ നിങ്ങൾ, റസൂലുള്ള പറയാണ്, ഒരു കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി വരുന്നത് പോലെ ഈ മനുഷ്യന്റെ റൂഹിനെ എടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. വേദന അനുഭവിക്കാത്ത ആരുമില്ല. ഹബീബായ റസൂൽ വരെ മരണത്തിൻ്റെ വേദന അനുഭവിച്ചിട്ടാണ് യാത്ര പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിലെ രണ്ടാളുകളുടെ വേദന ഞാൻ അനുഭവിക്കുന്നു എന്ന് അള്ളാന്റെ റസൂലിൻ്റെ വാചകം നമുക്ക് കാണാം. അങ്ങനെ യാത്രയാകുന്ന നേരത്തെ സഹോദരങ്ങളെ, ഈ നഫ്സു ത്വയ്യിബിൻ്റെ റൂഹിനെ പിടിച്ചിട്ട് ഈ കഫനും മിൻ അക്ഫാനിൽ ജന്ന എന്ന് പറഞ്ഞല്ലോ, സ്വർഗത്തിൻ്റെ കഫൻ പുടവയിൽ പൊതിയുന്നു. മലക്ക് അതേ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധം പുരട്ടുകയാണ്. അത് വിശാലമായി വിവരിക്കേണ്ടതാണ്, ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രം പറയുകയാണ്. ഈ മലക്ക് റൂഹിനെയും കൊണ്ട് യാത്രയാകുന്നു, വാനലോകത്തേക്ക് യാത്രയാകുന്നു. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. 7ാമത്തെ കവാടം വരെ തുറക്കപ്പെടും. 7ാമത്തെ കവാടം വരെ ആകാശത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും തുറക്കപ്പെട്ട് റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തുന്നതിനിടയിൽ ഇയാളെ സംബന്ധിച്ചുള്ള സംഭാഷണങ്ങൾ കാണാം. മലക്കുകൾ ചോദിക്കും, എത്ര ആരാണ് ഇയാൾ, എന്താണ് ഇയാളുടെ പ്രത്യേകത, എന്താണ് ഇയാൾ, നല്ല സുഗന്ധമാണല്ലോ എന്ന് പറയുമ്പോൾ ഈ മലക്കുകൾ ഇയാളെ പരിചയപ്പെടുത്തുന്നത്, ഇന്നാലിന്ന മനുഷ്യനാണ്, ഇന്നാലിന്ന വ്യക്തിയാണ്, ഇന്ന വ്യക്തിയുടെ മകനാണ് ഇയാൾ എന്ന് അയാൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ചിട്ട് മലക്കുകൾ പരിചയപ്പെടുത്തുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ആ മനുഷ്യൻ്റെ പേരിനെ അള്ളാഹു വിശ്വാസികളുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥത്തിൽ എഴുതാൻ വേണ്ടി മലക്കിനോട് കൽപ്പിക്കും. എന്നിട്ട് ഖബറിലേക്ക് പറഞ്ഞേക്കും. അപ്പോഴത്തന്നെ നമ്മളെ മയ്യത്ത് ഇവിടെ കുളിപ്പിച്ച് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് ജനാസയും ചുമന്ന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ മരിച്ചാൽ മയ്യത്തെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വൈകിക്കരുത്, വേഗത്തിൽ നിങ്ങൾ മയ്യത്തെടുക്കണേ. മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് മയ്യത്ത് പറയുന്ന വാക്കിനെ പോലും റസൂലുള്ള പഠിപ്പിച്ചു. നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകണേ, എന്നെ വേഗം കൊണ്ടുപോകണേ എന്ന് മലക്കിങ് ആ മയ്യത്ത് ഇങ്ങനെ സംസാരിക്കുമെന്നാണ്. മയ്യത്ത് കട്ടിലിൽ കിടന്നിട്ട് മയ്യത്ത് സംസാരിക്കുമെന്നാണ്. പക്ഷേ അത് നമ്മൾ കേൾക്കുന്നില്ല. അതെങ്ങാനും മനുഷ്യൻ വലൗസമി അൽ ഇൻസാനു, ആ സംസാരമെങ്ങാനും മനുഷ്യൻ കേട്ടാൽ സ്വഇഖാ, അവൻ ബോധരഹിതനായി താഴെ വീണു പോകും. അല്ലേ? അങ്ങനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ മയ്യത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു റൂഹിനെ ഖബറിലേക്ക് തരും. പിന്നെ ഖബറിൻ്റെ ലോകം, ബർസഖിയായ ലോകം, വിചാരണയുടെ ലോകം, അദാബിൻ്റെ ലോകം, സുഹൃതത്തിൻ്റെ ലോകം ഒക്കെ കണ്ടവിടെ. സ്വർഗത്തിൻ്റെ വഴി. 2ാമത്തെ മരണം ഫാസിഖിൻ്റെ മരണമാണ്, നഫ്സുൽ ഖബീസിൻ്റെ മരണമാണ്. ഇതിൽ നമ്മൾ ഏത് മരണം വരിക്കണം നമ്മൾ തീരുമാനിക്കണം സഹോദരങ്ങളെ. നമ്മുടെ ഖൽബിനോട് ചോദിക്കണം. ഇതേപോലെ മലക്കുകൾ വരും, തലഭാഗത്ത് വന്നിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മനുഷ്യൻ്റെ മുന്നിലേക്ക് വന്ന മലക്കിൻ്റെ രൂപം തോന്നിവാസിയുടെ, ഫാസിഖിൻ്റെ, ഫാജിറിൻ്റെ മുന്നിലേക്ക് വന്ന മലക്കിൻ്റെ രൂപം പറയുകയാണ്, സൂദുൽ വുജൂഹ്,
നല്ല കറുകറുത്ത മുഖമുള്ള മലക്കാണ്, കണ്ടാൽ ഭീകര രൂപമാണ്. അങ്ങനെയുള്ളൊരു മലക്കാണ് മുന്നിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് വിളിക്കുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ്, വൃത്തികെട്ട ആത്മാവേ, ഉഖ്റുജി, നീ പുറത്തേക്ക് വാ, ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബിൻ, അള്ളാന്റെ കോപത്തിലേക്ക്, റബ്ബിന്റെ ശാപത്തിലേക്ക് നീ കടന്നുവാ എന്ന് വിളിക്കുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അങ്ങനെയുള്ളൊരു മരണം അല്ലേ? ആ മനുഷ്യൻ്റെ റൂഹിനെടുക്കുന്ന നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഇരുമ്പിൻ്റെ കൊളുത്ത് വലിച്ചൂരുന്നത് പോലെ. അല്ലാഹ് ഖുർആനിൽ പ്രയോഗിച്ചൊരു പ്രയോഗം, വലൗ തറാ ഇദിൽ മുജ്രിമൂന വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറൂ, ഒരു കാഫിറിൻ്റെ, ഒരു ഫാസിഖിൻ്റെ മരണം നബിയേ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, യദ്രിബൂന മലക്കവനെ അടിക്കുമെന്നാണ്, വുജൂഹഹും അവൻ്റെ മുഖത്തടിക്കുന്നു, വഅദ്ബാറഹും അവൻ്റെ പിരടിയിൽ അടിക്കുന്നു, അവൻ്റെ ബേക്കിലടിക്കുന്നു, വദൂഖൂ അദാബൽ ഹരീഖ്, കഠിനമായ ശിക്ഷയിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ റൂഹിനായിട്ട് ഇങ്ങനെ പോണ സമയത്തെ ഫാസിഖുകളുടെ കൂട്ടത്തിലാണെങ്കിൽ, ഫാജിറിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഒരു മലക്കും നമ്മളെ സംബന്ധിച്ച് അന്വേഷിക്കണില്ല. ആരാണ് ഇയാളെന്ന് ചോദിക്കുന്ന വൃത്തികെട്ട മനുഷ്യനാണല്ലോ. നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നില്ല. അതെ, അവിശ്വാസികളുടെ പേരിനെ രേഖപ്പെടുത്തുന്ന ആ ഗ്രന്ഥത്തിൽ അവൻ്റെ പേരിനെ രേഖപ്പെടുത്താൻ അള്ളാഹ് കൽപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതാ ഖബറിലേക്ക് നമ്മുടെ റൂഹിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മുടെ മയ്യത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ടാകും. മലക്ക് മയ്യത്ത് സംസാരിക്കുന്ന സംസാരം ഇവിടെയും നമുക്ക് കാണാം. മയ്യത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, യാ വൈലനാ, ഞങ്ങൾ എൻ്റെ നാശമേ, ഐന തദ്ഹബൂന ബിഹാ, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? അഖിറൂനി അഖിറൂനി, എന്നെ കൊണ്ടുപോകല്ല, എന്നെ നിങ്ങൾ കൊണ്ടുപോകല്ലേ, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? ഐന തദ്ഹബൂന ബിഹാ എന്ന് ഈ സംസാരം വരുന്നതാണ്. മയ്യത്ത് കെട്ടിൽ നിന്ന് പിന്നെ മയ്യത്ത് സംസാരിക്കുന്നതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രണ്ട് രൂപത്തിലുള്ള മരണത്തിൽ ഏത് മരണമാണ് നമ്മൾ വരിക്കേണ്ടതെന്ന് നമ്മുടെ കൽബിൽ, നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം. അതുകൊണ്ട് ഒരുങ്ങുക, ആഖിറത്തിലേക്ക് വേണ്ടിയുള്ളൊരു മുന്നൊരുക്കം നടത്തുക. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, കൽബിനോട് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുക, ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അതിന് ഒന്ന് വിശ്വാസരംഗം നന്നായി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇബാദത്തിൻ്റെ രംഗം നന്നായി ശ്രദ്ധിക്കണം. സാമ്പത്തികമായ ഇടപെടലുകളും നന്നായി സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ കുടുംബം, പടച്ചോൻ നമ്മളിൽ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ കുടുംബം. ആ കുടുംബങ്ങൾക്കൊന്നും വീഴ്ചകളില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ എൻ്റെ ഉത്തരവാദിത്വമൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ ഉറപ്പ് വരുത്തുക. പേടിയാണ് ഇന്നത്തെ തലമുറ സഹോദരങ്ങളെ തികച്ചും മലീമസമായൊരു ജീവിത ശൈലിയിലൂടെ അങ്ങനെ പോവുകയാണ്. ഇവിടെ ദീനുള്ളൊരു കുടുംബമായി നമ്മുടെ കുടുംബം മാറിക്കിട്ടുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. അതുകൊണ്ട് അതിന് വേണ്ടൊരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കണം. നമ്മൾ വാപ്പാൻ്റെ സ്ഥാനത്ത് വാപ്പ നിൽക്കണം, ഉമ്മാൻ്റെ സ്ഥാനത്ത് ഉമ്മ നിൽക്കണം. ഇല്ലെങ്കിൽ പോകട്ടോ, കയ്യിന്ന് പോയാൽ സുഹൃത്തുക്കളെ തിരിച്ചു കിട്ടൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ കൺമുന്നിൽ നിന്ന് പതിക്കുന്നത് നമുക്ക് സഹിക്കാനാവോ സുഹൃത്തുക്കളെ? അല്ലേ, നോക്കിങ്ങൾ പൂക്കിപ്പറമ്പ് പ്രദേശത്ത് ഒരു ബസ് കത്തിയ സംഭവം നമുക്ക് ഓർമ്മല്ലേ? പണ്ട് ആ ബസ് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ ഉള്ളിൽ തൻ്റെ കുഞ്ഞുണ്ട് എന്നറിഞ്ഞപ്പോൾ വാപ്പ ഓടിക്കേറി ബസ്സിലേക്ക് വാപ്പ ഓടിക്കേറി കുഞ്ഞിനെടുത്ത് പുറത്തിട്ടു. വാപ്പേ, കത്തിച്ചാമ്പലായി ബസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് ചാമ്പലായി പോയ പിതാവിൻ്റെ കഥ ഈ കേരളം വായിച്ച ചരിത്രമാണെങ്കിൽ സഹോദരങ്ങളെ, ഞാൻ എന്തിനാ സംഭവം പറഞ്ഞെന്നറിയോ? നരകത്തിലിങ്ങനെ ആളി കത്തിക്കപ്പെടുന്ന സമയത്ത് ഒരു വാപ്പാക്കും കൈപിടിക്കാൻ പറ്റൂല. അന്ന് പറയണ വർത്താനം എന്താ അറിയോ? പടച്ചോനെ, എൻ്റെ വാപ്പാനെ ഈ നരകത്തിലിട്ടല്ല, എൻ്റെ മക്കളെ നീ നരകത്തിലേക്ക് എറിഞ്ഞ റബ്ബേ, എൻ്റെ തടി ഒന്ന് കാക്കാൻ എന്തെങ്കിലും ഒരു മാർഗം എന്നാ ചോദിക്കാം. ആർക്കും താങ്ങി നിൽക്കാത്തൊരു ലോകം. ആ ലോകത്ത് അമലുകളായി നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സുഹൃതങ്ങളുണ്ടോ? നിസ്കാരമുണ്ടോ?
നോമ്പുണ്ടോ? സ്വതക്ക ചെയ്തതിൻ്റെ കൂലിയുണ്ടോ? അള്ളാൻ്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും സമയമൊക്കെ ചെലവഴിച്ചതിൻ്റെ പ്രതിഫലമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. മക്കളൊക്കെ ഒരു ദീനിൻ്റെ റൂട്ടിലേക്ക് ഇങ്ങനെ തെളിച്ചു കൊണ്ടുവരിക. അതിനുവേണ്ടി നമ്മൾ എന്ത് ത്യാഗം സഹിച്ചാലും വേണ്ടിയില്ല. അള്ളാഹ് അനുവദിച്ച മാർഗത്തിലുള്ള എല്ലാ ത്യാഗം സഹിച്ച് മക്കളെ ഒരു നന്മയിലേക്ക് കൊണ്ടുവരാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഉമ്മാൻ, എൻ്റെ വാപ്പാനെ ഒരു നല്ല റൂട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്ന പ്രയാസങ്ങളൊക്കെ നമുക്ക് സഹിക്കാം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നരകം അള്ളാഹു നിശ്ചയിച്ച അക്രമികൾക്ക് വേണ്ടി സൃഷ്ടിച്ച അതികഠിനമായ ലോകമാണ്. അവിടെ നിന്ന് രക്ഷപ്പെടണം. ആ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാ നന്മകളും സുഹൃതങ്ങളും വർദ്ധിപ്പിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം പ്രധാനമായി ഉണർത്താനുള്ളത്, എൻ്റെ നാട് ഗൂഡല്ലൂർ എന്ന് പറയുന്ന പ്രദേശം അറിയുന്ന ആളുകളുണ്ട്, അവിടെ യാത്ര ചെയ്ത് വരുന്ന ആളുകളുണ്ട്. ഞങ്ങൾ ഗൂഡല്ലൂർ എന്ന് പറയുന്ന പ്രദേശം ഒരു മലമ്പ്രദേശമാണ്, നിങ്ങൾക്കറിയാം. ഈ ചായത്തോട്ടങ്ങളാണ് അവിടെ കൂടുതലും. മാത്രമല്ല അവിടെ ദീനീ പ്രബോധനം അൽഹംദുലില്ലാ അപ്പോൾ കുറച്ചു കാലമായി വളരെ സജീവമായി തൗഹീദിൻ്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നൊരു തൗഫീക്കാണ് ഈ ദഅവത്തിൻ്റെ മേഖലയിലേക്കൊക്കെ ഇടപെടാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ നമുക്ക് ടൗണിൽ ഗൂഡല്ലൂർ അങ്ങാടിയിൽ ഊട്ടി റോട്ടിലൊരു പള്ളി നമുക്ക് നിലവിലുണ്ട്. പക്ഷേ പിന്നെ അല്പം വിശാലമായൊരു പ്രദേശമാണ് ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ പ്രദേശം. അതിൽ ഫസ്റ്റ് മൈൽ 1-ാം മൈൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് പുതിയ നമ്മളൊരു യൂണിറ്റാണ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അവിടെ ഒരു യൂണിറ്റുണ്ട്. അവിടെ പിന്നെ നമുക്കൊരു ഈ പള്ളിയിൽ നിന്ന് അല്പം കുറച്ച് ദൂരം യാത്ര ചെയ്ത് പോകണം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്കൊരു പള്ളിയില്ല, മദ്രസയില്ല, അതേപോലെ നമ്മളൊരു ഹിഫ്ളും അവിടെ ലക്ഷ്യമാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഏകദേശം 30-ലേറെ കുടുംബങ്ങളുള്ള, തൗഹീദിൻ്റെ 30-ലേറെ കുടുംബങ്ങളുള്ള, എന്നാൽ മൊത്തത്തിൽ മുസ്ലിം കുടുംബങ്ങളായി 1200 അടുത്ത് വരുന്ന കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ് ഈ പറയപ്പെട്ട പ്രദേശം. ഇവിടെ നമ്മൾ സ്ഥലമെടുത്തിട്ടുള്ളത് ഈ 1-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങാടിയിലാണ്. അങ്ങാടിയിലെ സ്ഥലം നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല വിലയാണ്. അതുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കി എല്ലാവരുടെ കയ്യിലും നിന്ന് കിട്ടുന്ന ചെറുതൊക്കെ കൂട്ടി അവിടെ കണ്ട് എത്തിക്കണം. ഒരു 3 കോടിയിലേറെ വരുന്ന ഒരു സംഖ്യ വേണം. അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് എന്താ അവിടുത്തെ ഒരു ഈ ഭൂമിയുടെ ചെറിയ പ്രശ്നം ആ നാട്ടിൽ നിലവിലുള്ളത് കൊണ്ട് എല്ലാ ഭൂമിയും ഒരേ വിലയല്ല. പട്ടായത്തിൻ്റെ പേപ്പറില്ലാത്ത ഭൂമികൾ കുറേ ഉണ്ട്, അതാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ ആധാരം കുറഞ്ഞ സ്ഥലങ്ങൾക്കൊക്കെ വില കുറവാണ്. അതില്ല, അവർക്കിങ്ങനെ കിട്ടും. അവിടെ നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റില്ല, കൃഷി നടത്താം, അവിടുത്തെ നിയമം അതാണ്. അപ്പോൾ ഈ പേപ്പറുള്ള ഭൂമി വളരെ കുറവാണ്. ആ ഇതിന് നല്ല റേറ്റുമാണ്. 15 ലക്ഷം രൂപയാണ് സെൻറ്റിൻ്റെ വില. ഇനി വർഷം കൂടി പോകും തോറും വില കൂടി പോവുകയേ ചെയ്യുള്ളൂ, കുറയൂല. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ കയ്യിൽ മുതൽ വന്നിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്കൊരു സ്ഥാപനം അവിടെ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അൽഹംദുലില്ലാ അങ്ങാടിയിൽ വേറൊരു പള്ളിയും ആ അങ്ങാടിയിലില്ല. നമ്മൾ എടുത്തിട്ടുള്ള സ്ഥലത്ത് വേറെ ഒരു സംഘടനയുടെ പള്ളിയും ആ അങ്ങാടിയിലില്ല. അവിടെ ഒരു ഒറ്റ പള്ളി നമ്മളിന്ന് വരുന്നാൽ ഈ ഒരു പള്ളിയായിരിക്കും ഉണ്ടാവുക. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ പങ്കാളിത്തം അതിൽ ഉണ്ടാകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞങ്ങൾ നല്ല പ്രയാസത്തിലാണ്. നിങ്ങളുടെയൊക്കെ സഹായം ഞങ്ങൾ നന്നായി പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ പോക്കറ്റിനൊരു കനം വരുന്ന രൂപത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും വിശദീകരിക്കണില്ല. റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അവിടുത്തെ 2-3 പ്രവർത്തകരിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കയ്യിൽ നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കി നിങ്ങൾ പരിശോധിച്ച് നിങ്ങളാൽ കഴിയുന്നൊരു വിഹിതം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം. ഇന്ന് തരാൻ കഴിയുന്ന ആളുകൾ ഇന്ന് തരണം. ഓൺലൈനിലായിട്ട് അയച്ചു തരാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്തു തരണം. അതല്ല കയ്യിലാണ് എത്തിക്കാൻ എന്താ ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അതിനുള്ളൊരു പരിഹാരം നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടെ തന്നെ കണ്ടെത്തും ചെയ്യാം. റഹ്മാനായ റബ്ബ് എല്ലാ നന്മകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇത് പരിശുദ്ധ റമദാനാണ്, ഇതൊരു ചാൻസാണ്. അതുകൊണ്ട് കാറ്റിൻ്റെ വേഗതയിൽ റസൂൽ സ്വതക്ക ചെയ്ത കാലം എന്നൊക്കെയാണല്ലോ. മൻ ബനാ മസ്ജിദ് അല്ലാഹു ബനാലഹു ബൈത്തം ഫിൽ ജന്ന. നമ്മൾ കാരണം ഒരു പള്ളി ഒരു സ്ഥലത്ത് വന്നാൽ എന്നെക്കൊണ്ട് ഫുള്ള് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു വിഹിതമെങ്കിലും ഞാൻ കൊടുത്താൽ സ്വർഗത്തിലൊരു ഭവനം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ആ ഭവനത്തിന് വേണ്ടി നമുക്കൊന്ന് അധ്വാനിക്കാം. അതുകൊണ്ട് എല്ലാ നിലക്കും നമ്മളൊക്കെ കുറേ കൊടുക്കണവരാണ്. ഞാൻ ആ ഒരു ഓർമ്മ മനസ്സിലുള്ളതുകൊണ്ട് ആ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വീണ്ടും ഈ കാര്യം പറയണത് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നമ്മിൽ നിന്ന് അകറ്റി തരുമാറാവട്ടെ.
ഈ റമദാനിൻ്റെ എല്ലാ ഖൈറും ബറക്കത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പാപങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ പരലോകത്ത് എരിപിരി കൊള്ളുന്ന വെയിലത്തെ അർശിൻ്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.